ഒരുപാട് പ്രതിവാദങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സെഷൻ കൂടിയാണ്. എങ്കിലും ഏതെങ്കിലും ഒരു തലത്തിൽ ഇവർക്കൊരു യോജിപ്പിൻ്റെ മാർഗത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, ക്യാമ്പസുകൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. പല ഇടങ്ങളിൽ നിന്നുള്ള, പല വർഗത്തിൽ നിന്നുള്ള, വർണ്ണത്തിൽ നിന്നുള്ള പലതരം കുട്ടികൾ പഠിക്കുന്ന ഒരിടം. അങ്ങനെയുള്ള ഇടം ജനാധിപത്യത്തിൻ്റെ അറവുശാലയല്ല, മറിച്ച് ജനാധിപത്യത്തിൻ്റെ പഠന കേന്ദ്രങ്ങളാണ്. ആ പഠന കേന്ദ്രത്തിലേക്ക് വരുന്നത് 18 വയസ്സ് പൂർത്തിയായ വോട്ട് ചെയ്യാൻ അവകാശമുള്ള കുട്ടികളാണ്. എന്നാൽ നമ്മളോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ട എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അത് കേരളത്തിലെ സംഘർഷഭരിതമായ ക്യാമ്പസ് അന്തരീക്ഷമാണ്. 2005 തന്നെ മാനേജ്മെൻറ്റുകൾക്ക് തീരുമാനിക്കാം ക്യാമ്പസിൽ രാഷ്ട്രീയം വേണോ, തിരഞ്ഞെടുപ്പ് ഏത് രീതിയിൽ നടത്തണം എന്നൊക്കെയുള്ളൊരു സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. 2017 ആകുമ്പോഴേക്ക് അത് ഹൈക്കോടതിയുടെ തന്നെ ഒരു നിരീക്ഷണം വന്നു, കേരളത്തിലെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ട എന്നുള്ളത്. അതിനുശേഷം ഞാൻ ഈ പറയുന്നത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളടക്കമുള്ള കോളേജുകൾ ഉൾപ്പെടും കേട്ടോ. അപൂർവം ചില കലാലയങ്ങൾ ഒഴിച്ച് മറ്റ് കലാലയങ്ങളിൽ നിന്നൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ, വിദ്യാർത്ഥി സംഘടനകളുടെ കൊടികളൊക്കെ പുറത്തേക്കായി. അപ്പം കൊടികളില്ലാതെ ഒരു കലാലയ അന്തരീക്ഷത്തിലാണ് നമ്മുടെ കുട്ടികളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു ചർച്ചയ്ക്ക് തുടക്കമിടാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം SFIയുടെ സംസ്ഥാന ഭാരവാഹിയുണ്ട്, അദ്ദേഹത്തോടാണ്. കൊടിയുള്ള കാലത്തെ ക്യാമ്പസും അതുപോലെ തന്നെ കൊടി ഇറങ്ങിപ്പോയ കാലത്തെ ക്യാമ്പസും, ഈ ക്യാമ്പസിൽ വന്ന കൃത്യമായ മാറ്റങ്ങളുണ്ട്. പലതരത്തിലുള്ള അരാജകത്വം, അരാഷ്ട്രീയതയൊക്കെ ക്യാമ്പസുകളിലുണ്ട്. അതെങ്ങനെയാണ് സംഘടനാ തലത്തിൽ നിങ്ങളെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. ഈ ചോദ്യത്തോട് പ്രതികരിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, ഹൈക്കോടതി പരാമർശത്തെ സംബന്ധിച്ച് വിശദീകരിച്ച ഭാഗത്തിൽ ഒരു പുതിയ അപ്ഡേഷൻ ഉണ്ട്. വളരെ ലേറ്റസ്റ്റായി കേരള ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം, അന്തിമ വിധിയല്ല, നിരീക്ഷണം, കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ല എന്നുള്ള നിലയിൽ വരികയാണ്. നാട്ടിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നതിന്, മതസംഘർഷങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പരിഹാരം മതം നിരോധിക്കുകയല്ല എന്നുള്ളതുപോലെ തന്നെ ക്യാമ്പസിലെ സംഘർഷങ്ങൾക്കുള്ള പരിഹാരം വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളുടെ നിരോധനമല്ല എന്നുള്ള നിരീക്ഷണം കേരള ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു പശ്ചാത്തലം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു സംഗതി ഞാൻ ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തുക. മറ്റൊന്ന്, ഈ കൊടി ഉണ്ടായിരുന്ന കാലത്തെ ക്യാമ്പസ്, കൊടി ഇറങ്ങിപ്പോയ കാലത്തെ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു വിവേചനം അല്ലെങ്കിൽ ഒരു കാലഗണനയിലുള്ള ഒരു വേർതിരിവ് സാധ്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രൂപീകരണ കാലം തൊട്ടേ അല്ലെങ്കിൽ ഈ ക്യാമ്പസുകളുടെ ഉത്ഭവ കാലഘട്ടം തൊട്ടേ കൊടികളെ മാറ്റി നിർത്തിയ ക്യാമ്പസുകളുണ്ട്. ഇന്നും വളരെ ശക്തമായി കൊടികൾ കെട്ടി അലങ്കരിക്കുന്ന ക്യാമ്പസുകളുണ്ട്. അത് രണ്ടും ഇന്ന് കേരളത്തിൽ ഉണ്ട്. അത് മാനേജ്മെന്റ് കോളേജുകൾ അല്ലെങ്കിൽ ഓട്ടോണമസ് കോളേജുകൾ, എയ്ഡഡ് കോളേജുകളെല്ലാം ആ കൊടി പുറത്തേക്ക് കളയാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അത്തരം ക്യാമ്പസുകളിൽ പോലും അകത്ത് കൊടിയെടുത്ത് സമരം ചെയ്യാനുള്ള വലിയ പ്രതിരോധങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തിപ്പിടിക്കുന്നതിന് ഉദാഹരണങ്ങളുണ്ട്. മറ്റൊന്ന്, കൊടി എന്ന് പറയുന്നതും അല്ലെങ്കിൽ പ്രചാരണം എന്ന് പറയുന്നതും എല്ലാം സംഘടനാ രാഷ്ട്രീയത്തിന്റെ പ്രതീകങ്ങളാണ്. അപ്പോൾ SFI എന്ന ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പതാക ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. ആ പതാകയിൽ എഴുതി വച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, അത് വളരെ വിശാലമായ ഒരു ലോകഭാവനയാണ്. ആ മൂന്ന് സങ്കല്പങ്ങൾ പുലരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. സ്വാതന്ത്ര്യം
എന്ന് പറയുന്നത് വളരെ സാമൂഹികമായി നമുക്ക് സാധ്യമാകേണ്ട ഒന്നാണ്. ജനാധിപത്യം എന്നുള്ളത് നമ്മുടെ ഭരണതലത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും നമുക്ക് പ്രാപ്യമാകേണ്ട എന്നും നിലനിൽക്കേണ്ട ഒരു ആശയമാണ്. സോഷ്യലിസം എന്നുള്ളത് സാമ്പത്തിക ജീവിത ക്രമത്തിൽ നമ്മെ എല്ലാം തുല്യമായി നയിക്കേണ്ട ഒരു ജീവിത വ്യവസ്ഥയാണ്. ഇത് മൂന്നും മുദ്രാവാക്യങ്ങളായി എഴുതി വെച്ചൊരു പതാകയാണ്. ആ പതാകയിലുള്ള ചുവന്ന നക്ഷത്രം ലോകത്തെ എല്ലാ വൻകരകളെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആ നിലയിൽ ഒരു സാർവദേശീയ ഉള്ളടക്കമുള്ള പതാകയാണ്, വെള്ള പതാകയാണ്. SFIയെ സംബന്ധിച്ചിടത്തോളം ആ പതാക ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുടെ പ്രതീകമാണ്. എന്നാൽ ആ പതാക ക്യാമ്പസിൽ കെട്ടിയാൽ മാത്രമേ ഞങ്ങളുടെ പ്രവർത്തനം അവിടെ സാധ്യമാകൂ എന്നില്ല. കൊടി കെട്ടാൻ ഇടമുള്ളിടത്തും കൊടി കെട്ടാൻ ഇടമില്ലാത്തയിടത്തും പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും സംവിധാനവും സംഘടനാ രൂപങ്ങളും ഞങ്ങൾക്ക് ലഭ്യമാണ്. അതുമാത്രമല്ല, കൊടി ഇറങ്ങിപ്പോകാൻ അല്ലെങ്കിൽ കൊടി എടുത്ത് കളയാൻ ശ്രമിക്കും തോറും കൊടിയെ ഉയർത്തിക്കെട്ടുക എന്നുള്ളത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉള്ളതാണ്. ആ കൊടി ഞങ്ങൾ ഉയരത്തിൽ തന്നെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. ഇനി അതല്ല, ക്യാമ്പസുകളെല്ലാം വലിയ ബിൽഡിംഗ് കാടുകളാക്കി മാറ്റി ആ ക്യാമ്പസുകളിൽ നിന്ന് ചുവർ ചിത്രങ്ങളും ചുവരെഴുത്തുകളും പതാകകളും പ്രകടനങ്ങളും എല്ലാം ഉന്മൂലനം ചെയ്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും വിദ്യാർത്ഥി രാഷ്ട്രീയം വിദ്യാർത്ഥികളുടെ മനസ്സിൽ ശക്തമായി ഉണ്ടാകുമെന്നുള്ളതാണ്. അതൊരു പക്ഷേ സംഘടനാ രൂപത്തിലായിരിക്കില്ല, കക്ഷി രാഷ്ട്രീയ സംബന്ധമായിരിക്കില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളിൽ അതാത് ജീവിക്കുന്ന കാലഘട്ടത്തിലെ അല്ലെങ്കിൽ അവരുടെ പോയ കാലത്തെ ചരിത്രത്തെ അല്ലെങ്കിൽ ഭാവിയെ എല്ലാം നിർണ്ണയിക്കുന്ന ആശയമായി ബോധതലത്തിൽ വിദ്യാർത്ഥികളുണ്ട്. അത് സംഘടനാ രൂപമായി നിൽക്കുമ്പോൾ അതിനെ നമ്മൾ രാഷ്ട്രീയം അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം, വിദ്യാർത്ഥി സംഘടന എന്നെല്ലാം വിളിക്കുന്നു. എന്നാൽ ഇതൊന്നും അല്ലാതിരിക്കുമ്പോൾ അത് അരാഷ്ട്രീയതയാകുന്നു. ആ അരാഷ്ട്രീയതയും രാഷ്ട്രീയമാണ് എന്നാണ് SFI വിചാരിക്കുന്നത്. അരാഷ്ട്രീയത എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്ന് വേറിട്ട ഒന്നല്ല. അരാഷ്ട്രീയത എന്നാൽ രാഷ്ട്രീയമാണ്. അരാഷ്ട്രീയതയുടെ രാഷ്ട്രീയം വലതുപക്ഷ രാഷ്ട്രീയമാണ്, പ്രതിലോമ രാഷ്ട്രീയമാണ്, വർഗീയതയുടെ രാഷ്ട്രീയമാണ്, ലഹരി മാഫിയയുടെ രാഷ്ട്രീയമാണ്, ഗ്യാങ്ങിസത്തിന്റെ രാഷ്ട്രീയമാണ്, അരാജകത്വത്തിന്റെ രാഷ്ട്രീയമാണ്, ഉച്ചനീചത്വത്തിന്റെ രാഷ്ട്രീയമാണ്, ഫ്യൂഡലിസത്തിന്റെ പുളിച്ചതി കെട്ടലാണ്, മുതലാളിത്തത്തിന്റെ ഉദ്ഘോഷങ്ങളാണ്. ഇതെല്ലാമാണ് അരാഷ്ട്രീയത എന്നുള്ള ഭാവനയിൽ ഞങ്ങളുടെ ക്യാമ്പസിൽ അതൊന്നുമില്ല, രാഷ്ട്രീയമേ ഇല്ല. ഈ രാഷ്ട്രീയമില്ലാത്ത ക്യാമ്പസിൽ എന്താണ് ഉണ്ടാകുന്നത്? വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു, ഫീസിന്റെ പേരിൽ വിദ്യാർത്ഥികൾ ചൂഷണം ചെയ്യപ്പെടുന്നു, ഇന്റേണൽ മാർക്കിന്റെ പേരിൽ വിദ്യാർത്ഥികൾ പീഡിപ്പിക്കപ്പെടുന്നു, അവരുടെ വ്യക്തിത്വവും അക്കാഡമിക് സ്വത്വവും ചോദ്യം ചെയ്യപ്പെടുന്നു, പ്രതികരണ ശേഷി നഷ്ടപ്പെടുന്നു, അക്കാഡമിക് ഫാമുകളിലെ വളർത്തുപന്നികളായി വിദ്യാർത്ഥികളെ മാറ്റുന്ന മാനേജ്മെന്റിന്റെ രാഷ്ട്രീയമായി ആ കൊടിയില്ലാത്ത ക്യാമ്പസിൽ, നിങ്ങൾ ഈ പറഞ്ഞ സോക്കോൾഡ് കൊടിയില്ലാത്ത ക്യാമ്പസുകളുടെ രാഷ്ട്രീയം മാറുന്നു. അപ്പൊ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൊടി എന്ന് പറയുന്നത് ഇത്തരം എല്ലാ അരാഷ്ട്രീയതയുടെയും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും അധികാരത്തിന്റെയും പ്രതിലോമ രാഷ്ട്രീയത്തോട് ഞങ്ങളുടേതായ ചെറുത്തുനിൽപ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ സെഷന് തന്നെ പേര് കൊടുത്തത് കൊടി പിടിക്കുന്നത് ആർക്കു വേണ്ടിയെന്നാണ്. ആ ചോദ്യത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് തലമുറകളായി കൈവന്നു പോകുന്ന ഒരു പൊതുബോധത്തിന്റെ അംശമുണ്ട്. ആർക്കോ വേണ്ടിയാണ് കൊടി പിടിക്കുന്നത്? ഞാൻ കൊടി പിടിക്കുന്നത് പിണറായി വിജയനോ MV ഗോവിന്ദൻ മാഷ്കോ വേണ്ടി, അലോഷി കൊടി പിടിക്കുന്നത് VD സതീശനോ K സുധാകരനോ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ ആളുകൾ വിദ്യാർത്ഥികൾ കൊടി പിടിക്കുന്നത് ചാവേറുകളായി മറ്റാർക്കെങ്കിലും നേതാവാകാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ധാരണയുണ്ട്. പലപ്പോഴും പറയും നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചാൽ മതി, കണ്ടവന് വേണ്ടി കൊടി പിടിച്ച് കളയേണ്ട എന്നുള്ളത്. എന്നാൽ ഞങ്ങൾ പറയുന്നു കൊടി പിടിക്കുന്നത് ആർക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊടി പിടിക്കുന്നത് ഞങ്ങൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷത്തിന് വേണ്ടി, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള അന്തരീക്ഷത്തിന് വേണ്ടി, സാമൂഹിക സുരക്ഷിതത്വത്തിന് വേണ്ടി, ഉച്ചനീചത്വങ്ങൾക്കെതിരായി. അതിനെല്ലാം അപ്പുറം ഞങ്ങൾ കൊടി പിടിക്കുന്നത് പാലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, അതേപോലെ സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർക്ക് വേണ്ടി, ഇന്ത്യയിൽ സാമ്പലിൽ തകർക്കപ്പെടുന്ന പള്ളിക്ക് വേണ്ടി, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വേട്ടയാടപ്പെടുന്ന ദളിതർക്ക് വേണ്ടി, പിന്നോക്കക്കാർക്ക് വേണ്ടി, അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, ഇന്നാട്ടിലെ സകലമാന മനുഷ്യർക്കും വേണ്ടി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഞങ്ങളുടെ കൊടി. ആ കൊടി ഞങ്ങൾ പിടിക്കുന്നത് ഞങ്ങളുടെ ഒരു കാലത്തെ, വിദ്യാർത്ഥി കാലത്തിന്റെ തീക്ഷ്ണമായ സമയത്തിന്റെ ആവേശഭരിതമായ കേവലം പാഴ്ചലവായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചരിത്രത്തിലേക്കുള്ള ഭാവിയിലേക്കുള്ള ഞങ്ങളുടെ നിക്ഷേപമാണ് ആ കൊടി. ആ കൊടി പിടിച്ച് തയമ്പിച്ച കൈകൾ, ആ മുഷ്ടികൾ ഞങ്ങൾ എല്ലാ കാലത്തും പ്രതിരോധത്തിന്റെ കോട്ടയായി ഈ ക്യാമ്പസുകളിലൂടെ തലമുറയിലേക്ക് കൈമാറും എന്നുള്ളതാണ്. ഒരു വിപ്ലവഗാനത്തിൽ പറയുന്ന ഒരു വരിയുണ്ട്, എന്താണ്, തലമുറ തോറും കെടാതെ കൈത്തിരി നാളങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ചോരതുടിക്കും ചെറുകൈകളെ പേരുക വന്ന് ഈ പന്തങ്ങൾ എന്ന് പറയുന്ന ആശയമുണ്ട്. അത്തരത്തിൽ പന്തങ്ങളായി ഈ ക്യാമ്പസിലെ രാഷ്ട്രീയത്തിന്റെ പതാക
പതാകവാഹകരായി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഉണ്ടാകണം. അത് ഞങ്ങൾ മാത്രം ഉണ്ടാകണം എന്നല്ല, ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടെ വാദിക്കുമ്പോൾ അടുത്തൊരു വാദത്തിൽ വന്നേക്കാം ഞങ്ങൾ മാത്രം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെന്ന്. എല്ലാവരും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്നുള്ളത്. സാദിഖ് പറഞ്ഞതുപോലെ 2025 ജനുവരി മാസമാണ് അതിൻ്റെ വിധി വരിക, ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരിക. നമുക്ക് എന്തായാലും ആ വിധി ഒന്ന് കാത്തിരിക്കാം. കേരളത്തിലെ ക്യാമ്പസുകളിൽ സാദിഖ് പറഞ്ഞു ആത്മഹത്യകളുണ്ട്, മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഇടത് ഭാഗത്ത് ഇരിക്കുന്ന അലൂഷ്യസ് ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നതിന് മുമ്പേ ശബരിയോടാണ് ചോദ്യം. ASA അംബേദ്കർ സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് അസോസിയേഷൻ ഒരുപക്ഷെ നമ്മുടെ കേന്ദ്ര സർവകലാശാല അതുപോലെ MG യൂണിവേഴ്സിറ്റിയിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കേട്ടിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് കേരളത്തിലെ കലാലയങ്ങളിൽ അത്രത്തോളം പരിചിതമല്ലാത്ത ഒരു സംഘടനയാണ്. എന്താണ് നിങ്ങളുടെ പ്രവർത്തനം, എങ്ങനെയാണ് നിങ്ങളുടെ മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമാക്കാമോ? എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ ഈ പാനലിൽ സംസാരിക്കാൻ ക്ഷണിച്ച WLFൻ്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന അംബേദ്കറൈറ്റ് അസോസിയേഷൻ നിലവിൽ വരുന്ന വർഷം 1993 ആണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 3 decades ഓഫ് അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ. അത് ഫോം ചെയ്തത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അന്ന് നിലവിൽ നിന്നിരുന്ന രാഷ്ട്രീയ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻസ് ക്യാമ്പസിലുണ്ടായിരുന്ന ഒന്നും തന്നെ ദളിത്, ആദിവാസി അല്ലെങ്കിൽ മറ്റ് മൈനോറിറ്റി സ്റ്റുഡൻസിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിരുന്നില്ല. അതുമാത്രവുമല്ല, അവർക്കെതിരെ അഴിച്ചുവിട്ടിരുന്ന അക്രമങ്ങൾ, റാഗിങ് പോലുള്ള അതിൻ്റെ തീവ്രമായ അവസ്ഥയിലുള്ള അക്രമങ്ങൾ. അപ്പോൾ അതിനെതിരെ പോരാടണം, അതിനെതിരെ സംസാരിക്കണം എന്ന് തോന്നിയ കുറച്ച് ദളിത് സ്കോളേഴ്സായിട്ടുള്ള ആളുകൾ, മെയിൻലി ഫ്രം തെലുഗു സ്പീക്കിംഗ് സ്റ്റേറ്റ്, ഇപ്പോഴാണ് അത് ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന ആയത്. അതിനു മുമ്പ് ഏസ്റ്റ് ആന്ധ്രാപ്രദേശിലെ കുറച്ച് സ്കോളേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ അസോസിയേഷൻ ഫോം ചെയ്യുന്നത്. ഈ അസോസിയേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ക്യാമ്പസ് ബേസ്ഡ് ഓർഗനൈസേഷൻ മാത്രമാണ്. വി ഡോണ്ട് ഹാവ് an affiliation with any political parties outside the campus. ഞങ്ങൾക്കൊരു പേരൻറ്റ് പാർട്ടി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫണ്ടിങ് എന്ന് പറയുന്ന സംഭവം അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷന് ഇല്ല. ക്യാമ്പസിൽ ഞങ്ങൾ കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ മാൻ പവറും ഞങ്ങളുടെ സർഗാത്മകതയും ഞങ്ങളുടെ മറ്റ് രീതിയിലുള്ള ഇടപെടലുകൾ, അത് അഡ്മിനിസ്ട്രേഷനുമായിട്ടുള്ള സംവാദങ്ങളായിക്കോട്ടെ, നെഗോഷിയേഷൻസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു രീതി ഞങ്ങൾ ഉരുത്തിരിഞ്ഞ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ സക്സസ്ഫുള്ളായിട്ട് നടന്നു പോകുന്ന ഒരു ഓർഗനൈസേഷനാണ് അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ. ഇനി ഈ അസോസിയേഷന് അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ഇന്ത്യയിൽ ഒട്ടനവധി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും ക്യാമ്പസുകളിൽ കോളേജസിലും ASAs ഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് all ASAs across India are autonomously functioning. ഞങ്ങൾക്കൊരു അഗൈൻ പേരൻറ്റ് പാർട്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സെൻട്രൽ യൂണിറ്റ് അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഓട്ടോണമസ്ലി ആണ് ഫങ്ഷൻ ചെയ്യുന്നത്. ആൻഡ് സിൻസ് ASA ഇൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഈസ് ദ ഓൾഡസ്റ്റ് വൺ, അവർ എല്ലാം തന്നെ ഞങ്ങളോട് സജഷൻസും ഒപ്പീനിയൻസും എല്ലാം ചോദിക്കാറുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ അവരെ സഹായിക്കാറുമുണ്ട്. ബേസിക്കലി ഈ അസോസിയേഷൻ ഫോളോ ചെയ്യുന്ന, ആസ് യു കെൻ സീ ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ്, അംബേദ്കറൈറ്റ് ഐഡിയോളജി ആണ് ഫോളോ ചെയ്യുന്നത്. ദെൻ യു മേ ആസ്ക്
ഇതിൽ ദളിത് ആയിട്ടുള്ള ആളുകൾ മാത്രമാണോ? സോ ഫസ്റ്റ് യു ഹാവ് ടു ആസ്ക് ദ ക്വസ്റ്റ്യൻ ഹൂ ഈസ് എൻ അംബേദ്കറൈറ്റ് എന്നുള്ളത്. അംബേദ്കറൈറ്റ് എന്ന് പറയുന്നത് അംബേദ്കറിൻ്റെ ഐഡിയോളജീസും തോട്ട്സും പ്രിൻസിപ്പിൾസും ഒക്കെ ഉൾക്കൊണ്ട് അത് ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് അംബേദ്കറൈറ്റ് എന്ന് പറയുന്നത്. സോ എനിബഡി ക്യാൻ ബി അൻ അംബേദ്കറൈറ്റ് ഹു ഫോളോസ് ദിസ് ഐഡിയോളജി. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ കാസ്റ്റ്, ക്രീഡ്, റിലിജ്യൻ, ജെൻഡർ ഓർ ദ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി ഫ്രം വേ യു ആർ, ഈ നിങ്ങൾ അംബേദ്കറൈറ്റ് ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആർക്കും ASAയുടെ പാട്ടാവാം. ആൻഡ് ASAയ്ക്ക് മെമ്പർഷിപ്പ് ഇല്ല. വി ഡോണ്ട് ഹാവ് മെമ്പർഷിപ്പ്. വി ഓൺലി ഹാവ് എ കോമൺ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഇഫ് സംബഡി ഈസ് കമ്മിങ് ആൻഡ് സേയിങ് ടു ആസ് ദാറ്റ് ഓക്കെ ഞങ്ങൾക്ക് ഇതിൽ പാട്ടായിട്ടിരിക്കാൻ താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇറ്റ്സ് ഓൾ അബൌട്ട് വോളണ്ടിയർഷിപ്പ്. അപ്പോൾ നിങ്ങളിതിൻ്റെ പാട്ടായിട്ടിരിക്കുമ്പം ASA കോർഡിനേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചർച്ചകളായിക്കോട്ടെ, ഫങ്ഷൻസ് ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാം ഭാഗമാകാൻ നിങ്ങൾ തന്നെ വന്ന് ചേരുകയാണ്. ആരെയും അതിനേക്ക് പിടിച്ചഴിച്ച് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഒരാൾ അസോസിയേഷനിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ വി മേക്ക് ഷുവർ ദാറ്റ് എന്താണ് അസോസിയേഷൻ എന്നുള്ളത് ആദ്യമേ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഇറ്റ്സ് ലൈക്ക് എൻ ഇൻഡക്ഷൻ പ്രോഗ്രാം. മേജർലി വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള പാസ് ആയിട്ടുള്ള സ്കോളേഴ്സ്, all of you may know about Rohit Vemula movement. Rohit Vemula was part of Ambedkar Students Association. I hope all of you know, right? Rohit Vemula യുടെ കൂടെ അന്ന് 4 scholars, other scholars were also rusticated. All of them submitted their thesis. ഇപ്പോൾ അവരെല്ലാം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പ്രൊഫസേഴ്സും മറ്റുമാണ്. ബട്ട് കേസസ് ആർ സ്റ്റിൽ റണ്ണിങ് ഇൻ ദ കോർട്ട്. അപ്പോൾ എല്ലാ മാസം അവർ കോർട്ടിൽ വന്ന് ഹാജരാകേണ്ടതൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഫ്രീക്വൻ്റ്ലി ക്യാമ്പസ് വിസിറ്റ് ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മൾ ന്യൂ കമ്മിറ്റി ഫോം ചെയ്യുന്ന, എല്ലാ വർഷവും കമ്മിറ്റി ഫോം ചെയ്യുന്ന സമയത്ത് അവരാരെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അവരെ കൊണ്ട്, പിന്നെ ഞങ്ങൾ ബാക്കി സീനിയേഴ്സ് ആയിട്ടുള്ള സ്കോളേഴ്സ് ഒക്കെ തന്നെ കുട്ടികളായിട്ട് സംവദിക്കും. എങ്ങനെയാണ് ASA ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ റെലവൻസ്, എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അവരുടെ ആശയങ്ങളും അവരുടെ തോട്ട്സും ഒപ്പീനിയൻസും എല്ലാം നമ്മൾ കളക്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു രീതിയിൽ ഫങ്ഷൻ ചെയ്തു പോകുന്നത്. കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ലൊക്കേഷൻ, കാസ്റ്റ്, ക്ലാസ് ഇതെല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈസ് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ അംബേദ്കറൈറ്റ് മൂവ്മെൻറ്റ്സ് ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ, ഇപ്പോൾ തെലുഗു സ്പീക്കിംഗ് സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ തമിഴ്നാട് ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ അവിടുത്തെ കാരംചേടു, ചുൻഡ്രു എന്ന് പറയുന്ന 2 സ്ഥലത്തുണ്ടായ ജാതി കൊലപാതകങ്ങൾ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, ഇതൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് അന്ന് ASA ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കേരളത്തിൻ്റെ പശ്ചാത്തലം വേറെയാണ്. അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ് പോലും നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഡെക്കേഡിന് മേലെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ASA പോലത്തുള്ള ഒരു അംബേദ്കറൈറ്റ് ഓർഗനൈസേഷൻ ഇത്രയും എന്താ പറയുക ലാഗായത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഐ എം ഗ്ലാഡ് ദാറ്റ് ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ദാറ്റ് ഇസ് ഇൻ കാസർഗോഡ്, അവിടെ ASA ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്യാമ്പസുകളിൽ മഹാത്മാ യൂണിവേഴ്സിറ്റിയിലുണ്ട് ASA. അപ്പം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ചോദിച്ചാൽ ഐ കാൻ സേ ദാറ്റ് ഇറ്റ് വിൽ ബി സെയിം ലൈക്ക് ASA in HCU, but they are in doing their baby steps, and I'm very sure and very confident that they will be establishing soon like a strong organization which can speak for the rights of the Dalit students and Adivasi students and minority students especially, because I always feel that kind of arguments, discussions, debate as well as എന്താ പറയുക അവകാശങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന കാറ്റഗറിയിലുള്ള കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലവിൽ കേരളത്തിലുള്ള ഓർഗനൈസേഷൻസ് എല്ലാം ഫെയിൽ ആയിട്ടുണ്ടെന്നാണ് വാട്ട് ഐ ഫീൽ ലൈക്ക്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി മൈ തോട്ട്.
ഓക്കെ. നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇപ്പോൾ എത്തിപ്പെടുന്നത് ഏറ്റവും പുതിയ ന്യൂജൻ കുട്ടികളാണ്. അവർ വരുന്ന വീട് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്നാണ്. കഴിഞ്ഞ ഒരു കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയം ഒരു വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട കുട്ടികൾ മത്സരിക്കുന്നില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നുള്ള സമ്മതമായിരുന്നില്ല പ്രശ്നം, മറിച്ച് നമ്മൾ എന്ത് രാഷ്ട്രീയം പ്രവർത്തിക്കുന്നു നമ്മുടെ ബോധ്യമായിരുന്നു പ്രശ്നം. എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അത് സംഘർഷഭരിതമായ ക്യാമ്പസ് മാത്രമല്ല, ഒരുപക്ഷെ അലോഷ്യസ് ഓർക്കുന്നുണ്ടാവും. കഴിഞ്ഞ വർഷം രാത്രി 11:30 മണിക്ക് നമ്മൾ തമ്മിലൊരു ചർച്ച ഉണ്ടായിരുന്നു ഒരു കോളേജ് ക്യാമ്പസിൻ്റെ അകത്ത് വെച്ചിട്ട്. അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ സംഘർഷം മാത്രമല്ല, മറിച്ച് പലതരത്തിലുള്ള വെല്ലുവിളികൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ക്യാമ്പസുകളിൽ. അപ്പോൾ ഒന്ന് വിശദമാക്കാമോ? തീർച്ചയായിട്ടും വർത്തമാന കാലഘട്ടത്ത് വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിലൊരു അരാഷ്ട്രീയമായ ചിന്താഗതിയിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കം നടത്തുന്നുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി നിലനിൽക്കേണ്ടതില്ല. അത് KSU ആയിക്കൊള്ളട്ടെ, SFI ആയിക്കൊള്ളട്ടെ, മറ്റ് വിദ്യാർത്ഥി സംഘടനകളായിക്കൊള്ളട്ടെ, ആ സംഘടനകളുടെ ഒന്നും ഭാഗമായി നിലനിൽക്കേണ്ടതില്ല. നിഷ്പക്ഷമായി നിൽക്കുന്നത് എന്തോ ഒരു വലിയ സംഭവമായി ചിത്രീകരിക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് ഒരു പൊതുബോധം, എനിക്ക് മുൻപേ സംസാരിച്ച സാദിഖ് സൂചിപ്പിച്ചതുപോലെ ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഒരു വലിയ പാതകമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മോശകരമായിട്ടുള്ളൊരു കാരണമാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണെന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു പരിധി വരെ നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയൊരു റോളുണ്ട്, കുടുംബങ്ങളിലാണെങ്കിൽ മാതാപിതാക്കൾക്ക് വലിയൊരു റോളുണ്ട്, അല്ലെങ്കിൽ ഇതിനെല്ലാം മുകളിൽ ഒരു ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മാനേജ്മെൻറ്റുകൾക്ക് വലിയ റോളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ വന്ന കോടതിയുടെ നിരീക്ഷണം, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് മതങ്ങളെ നിരോധിക്കുന്നില്ലല്ലോ. പിന്നെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയമുണ്ടാകുന്നു എന്നതിൻ്റെ പേരിൽ വിദ്യാർത്ഥി സംഘടനകളെ എന്തിന് നിരോധിക്കണം, അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ സ്വാതന്ത്ര്യം വേണമെന്നൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഒരു പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിൽ ഒരു പൊതുബോധം, വിദ്യാർത്ഥി സംഘടനകൾ എന്തോ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്, അത് വിദ്യാർത്ഥികളെല്ലാം വലിയ രീതിയിലേക്ക് സ്വാധീനിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളെല്ലാം സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നത്. അതിന് വലിയ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ ക്യാമ്പസിൽ കക്ഷി രാഷ്ട്രീയപരമായി ഇപ്പോൾ KSU ആയിക്കോട്ടെ, SFI ആയിക്കോട്ടെ, മറ്റ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം പ്രവർത്തിക്കുമ്പോൾ അതിൽ ചെറുതും വലുതുമായ പല ന്യൂനതകളുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റി വയ്ക്കുമ്പോഴും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കേരളത്തിലെ ക്യാമ്പസുകളിൽ നടന്നതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം എന്താ വലിയ രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ ബോധ്യത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന തരത്തിലേക്ക് ഒരു തലമുറ ഡെവലപ്പായി പോയത്. അത് എന്നാൽ ഈ 2024 എത്തി നിൽക്കുമ്പോൾ, അതായത് ഒരു ജൻസി തലമുറകൾ, നമ്മൾ പുതുതലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളെല്ലാം 2000-ന് ശേഷമുള്ള വിദ്യാർത്ഥികളെല്ലാം ജൻസി തലമുറകൾ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അവർക്ക് അരാഷ്ട്രീയത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കക്ഷിയുടെയും ഭാഗമായി നിൽക്കാതിരിക്കുന്നത് ഒരു ട്രെൻഡാണ് എന്നുള്ളൊരു പൊതുബോധം രൂപപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ സോഷ്യൽ മീഡിയയ്ക്കെല്ലാം ഒരു വലിയ തരത്തിലുള്ളൊരു പങ്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമുക്ക് ഈ അടുത്ത കാലത്ത് ബുൾജറ്റ്സിനെ മായിട്ട് ബന്ധപ്പെട്ട കുറേ ഒരു കമൻറ്റ് വാറുകൾ എല്ലാം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഒരു മാസത്തിനകമാണ് കേരളത്തിലെ ട്യൂഷൻ മാഫിയകൾക്കെതിരെ KSU കോഴിക്കോട് നിന്ന് ഞങ്ങൾ ആരംഭിച്ച ഒരു സമരമുണ്ട്. ട്യൂഷൻ മാഫിയകൾക്കെതിരെ അവർ ചോദ്യപേപ്പറുകൾ ചോർത്തുന്നു എന്ന് പറഞ്ഞ തരത്തിലേക്ക് ഒരു വലിയ വിവാദം ഞങ്ങൾ കൊണ്ടുവരുന്നു. അത് വരുമ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെല്ലാം എത്ര മോശകരമായിട്ട് രീതിയിലേക്കാണ് അതിനെ കമൻറ്റ് ചെയ്യുന്നത് എന്ന്. അതെല്ലാം ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം,
ഒരു വലിയ തരത്തിൽ അരാഷ്ട്രീയത ആഘോഷിക്കപ്പെടുന്നു എന്നത് ഒരു വലിയ വസ്തുതയാണ്. അത് പല കാര്യങ്ങൾ രാഷ്ട്രീയപരമായ സംഘടനകളുടെ കാര്യത്തിൽ മാത്രമല്ല. ഇല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത വലിയ രീതിയിലേക്ക് ആഘോഷിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ദളിത് പക്ഷ നിലപാടുകൾക്കെതിരെ ഒരു വലിയ തരത്തിലേക്കുള്ള അതൊക്കെ വലിയ രീതിയിലേക്ക് ആഘോഷിക്കപ്പെടുന്നു. അങ്ങനെ അത്തരത്തിലുള്ള വലിയ രീതിയിലേക്കുള്ള ഒരു മാറ്റം പുതുതലമുറയിൽ വലിയ രീതിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ മോശമാണ്, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം മോശമാണെന്നുള്ളൊരു പൊതുബോധം രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെ നമ്മളതിനെ നോക്കിക്കാണണമെന്നാണ്. അപ്പം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, വിദ്യാർത്ഥി സംഘടനകൾക്ക് അതീതമായി പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വിദ്യാർത്ഥികളെ കൂടുതൽ രാഷ്ട്രീയപരമായി ചിന്തിക്കാൻ, അല്ലെങ്കിൽ അവരെ പ്രബുദ്ധരാക്കാൻ, തീക്ഷ്ണമായി ചിന്തിക്കുന്ന തരങ്ങളിലേക്ക് വിദ്യാർത്ഥി സംഘടനകളെല്ലാം കൂടുതൽ എഫേർട്ടുകൾ ഇട്ട് മുന്നോട്ട് പോകണമെന്നൊരു അഭിപ്രായമാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള വിഷയത്തിൽ. വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസിൽ നിന്ന് ഒഴിവാകുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലും വിദ്യാർത്ഥികളല്ല അതിൻ്റെ ഗുണഭോക്താക്കൾ. അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സിലബസ് എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ച് തീർക്കാൻ പറ്റുന്ന അധ്യാപകരും, ശല്യങ്ങൾ ക്യാമ്പസിൽ മറ്റൊരു ശല്യവുമില്ലാതെ ശാന്തത കൈവരിക്കുമെന്ന് വിചാരിക്കുന്ന മാനേജ്മെൻറ്റുകളും, അതുപോലെയുള്ള പ്രിൻസിപ്പൽമാരും ഒക്കെ തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാഠം കുട്ടികൾക്ക് ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ക്യാമ്പസിൽ നിന്ന് കൊടി പുറത്തേക്ക് പോകുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ മറ്റൊരു ആരോപണം കൂടിയുണ്ട്, ഒരു വിമർശനം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ അടിമയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വിമർശനം ശക്തമായി, പ്രത്യേകിച്ച് ഈ എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷത്തിനിപ്പുറം വളരെ ശക്തമായി നിലകൊള്ളുന്നുണ്ട്. ഒരുപക്ഷെ അതിന് ഉത്തരം പറയാൻ ഏറ്റവും യോഗ്യനായ ഒരാൾ സാദിഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു. സാദിഖ് പറയും. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളാകുന്നു എന്ന് പറയുന്നതിൽ എങ്ങനെയപ്പോൾ അതിനോട് പ്രതികരിക്കാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പല നിലയിൽ അഫിലിയേഷൻ ഉണ്ട്. അത് ഈ രാജ്യത്ത് തെറ്റായ ഒരു കാര്യവുമല്ല. അപ്പം ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കുന്നത്, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അത് ഇന്ത്യയിലെ പൊതു രാഷ്ട്രീയ ധാരയാണ്. ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോട് ചേർന്നുകൊണ്ടാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥി മൂവ്മെൻറ്റുകൾ ശക്തിപ്പെട്ടത്. 936 രൂപീകരിക്കപ്പെട്ട ഓൾ ഇന്ത്യ സ്റ്റുഡൻറ് ഫെഡറേഷനാണ് സംഘടിതമായ ആദ്യത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ രൂപമായി കണക്കാക്കപ്പെടുന്നത്. അത് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തോട് ചേർന്നാണ്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി ജിന്നയും ജവഹർലാൽ നെഹ്റുവും പങ്കെടുത്തുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനയുടെ രൂപീകരണ യോഗം സംഘടിപ്പിക്കുന്നത്. അതിലൂടെയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രം മുന്നോട്ട് വരുന്നത്. അതിൽ പിന്നീട് പ്രവർത്തിച്ചു വരുന്ന വിദ്യാർത്ഥി സംഘടനകൾക്കെല്ലാം നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളോടും ആ ഭരണത്തെ കൈകാളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും പ്രതിപക്ഷ ദൗത്യം നിർവഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടെല്ലാം യോജിപ്പും വിയോജിപ്പും ഉണ്ട്. അതിൽ കൂടുതൽ ചേർന്ന് നിൽക്കേണ്ട തലങ്ങളിൽ ചേർന്ന് നിൽക്കുന്നുമുണ്ട്. മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ അടിമകളാണോ എന്ന് എനിക്കറിയില്ല, അത് അവരുടെ കാര്യമാണ്. പക്ഷേ SFIയുടെ കാര്യം ഞാൻ പറയാം, ഞങ്ങൾ ആരുടെയും അടിമയല്ല, ഞങ്ങൾ ആരുടെയും അടിമയല്ല എന്നുള്ളതാണ്. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന, ഞങ്ങൾക്ക് സ്വന്തമായൊരു സംഘടനാ പ്രോഗ്രാമും കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്, പരിപാടിയും ഭരണഘടനയും ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലക്ഷ്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മാർഗങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംഘടനാ രൂപങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങളുടേതായ വിദ്യാർത്ഥികളുടെ തന്നെ തലത്തിലാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഇപ്പം SFIയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംഘടനാ സമ്മേളനങ്ങളുടെ കാലമാണ്. യൂണിറ്റ് തലത്തിൽ ഞങ്ങൾ ആരംഭിച്ചു. അത് പ്രാദേശിക യൂണിറ്റുകളാവട്ടെ, സ്കൂൾ യൂണിറ്റുകളാകട്ടെ, ക്യാമ്പസ് യൂണിറ്റുകളാകട്ടെ, യൂണിവേഴ്സിറ്റി സ്ഥാപനതല യൂണിറ്റുകളാകട്ടെ, ആ തലത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ കൂടിയിരുന്ന് ആ ക്യാമ്പസിൻ്റെ അല്ലെങ്കിൽ ആ ചുറ്റുപാടിൻ്റെ ആ പ്രദേശത്തിൻ്റെ പരിധിയിൽ വരുന്നതും ദേശീയവും സാർവദേശീയവുമായ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും വരാനിരിക്കുന്ന കാലയളവിൽ ആ വിദ്യാർത്ഥികളെ നയിക്കാനുള്ള നേതൃത്വത്തെ അവർ തന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇൻഡാസ് കൊണ്ടുവന്ന് വായിക്കുന്ന രീതിയല്ല വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങളുടേതായ സമ്മേളനങ്ങളിലൂടെയാണ് ഞങ്ങൾ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ ശൈലി. പിന്നെ മറ്റൊന്ന് നിലപാടുകളെ സംബന്ധിച്ചാണ്.
ഇപ്പൊ കേരളത്തിലെ SFIയെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ CPMന്റെ എന്തോ അടിമകളാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഞങ്ങളൊരു സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയെ നിലകൊള്ളുന്നു. പിന്നെ ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് പഴയ പോലെ സമരത്തിന് ഇറങ്ങുന്നില്ല? അതായിരിക്കുമല്ലോ ആർഗ്യുമെന്റ്. അതാണ് കഴിഞ്ഞ ഒരു 5-8 വർഷമായി എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് അതെ കേരളത്തിൽ പിണറായി സർക്കാർ വന്നതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ട് പഴയ പോലെ ഇങ്ങനെ സമരത്തിന് ഇറങ്ങുന്നില്ല? അതിനു മുമ്പ് 2011 മുതൽ 16 വരെയുള്ള സമയത്ത് ഞങ്ങൾ എന്തിനാ സമരത്തിന് ഇറങ്ങിയത്? ഓണപ്പരീക്ഷയായി, പാഠപുസ്തകം എവിടെ സർക്കാരെ എന്ന് ചോദിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പാഠപുസ്തകം ലേറ്റ് ആയതല്ല, ഓണം നേരത്തെ വന്നതാണ്. അപ്പൊ ഞങ്ങൾ സമരത്തിന് ഇറങ്ങി. പൊതുമേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനം വന്നു. കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് സ്കൂൾ അതിനൊരു ഉദാഹരണമാണ്. ആ നിലയിൽ സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായി. അതേപോലെ വിദ്യാഭ്യാസ മേഖലയാകമാനം ആന കയറിയ കരിമ്പും തോട്ടം എന്ന് പറയുന്ന കണക്കെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായ സന്ദർഭത്തിൽ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ ശക്തമായ സമരം ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സമരമുഖത്ത് ഞങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട്. ആ സമരത്തെ നിങ്ങൾ കാണാത്തതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ? SFI സമരമുഖത്തുണ്ട്, വ്യത്യസ്ത വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. ഇപ്പൊ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെല്ലാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണല്ലോ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല. ആ ഉന്നത വിദ്യാഭ്യാസ മേഖല കൈയാളുന്ന എല്ലാ സർവകലാശാലകളിലേക്കും ആഴ്ചക്ക് ഞങ്ങൾ മാർച്ചാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച്, MGയിലേക്ക് മാർച്ച്, കുസാറ്റിലേക്ക് മാർച്ച്, അതേപോലെ കുഹാസിലേക്ക് മാർച്ച്, കേരളയിലേക്ക് മാർച്ച്. ഇവിടെയുള്ള വ്യത്യസ്ത വിദ്യാർത്ഥി വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ സമരമുഖത്തുണ്ട്. മലബാറിലെ +1 സീറ്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥി സംഘടനകളിൽ SFI ഉണ്ട്. സമരമുഖത്ത് ഞങ്ങളുണ്ട്. ഞങ്ങളുടേതായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ SFI എന്ന വിദ്യാർത്ഥി സംഘടന ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ കാഴ്ചപ്പാടുകളെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം അത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നു. നേരത്തെയുള്ള ഗവൺമെന്റുകളെ അപേക്ഷിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വിദ്യാർത്ഥികൾ ആകർഷിക്കപ്പെടുന്ന നിലയുണ്ടാകുന്നു. ആ മേഖലയിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാകുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ വകുപ്പിനെ വിഭജിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പെന്നും രണ്ടായി തിരിച്ച് പ്രത്യേക ഊന്നൽ നൽകി വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നു. ഇതിനെല്ലാം ഞങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കുള്ള വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾ ഞങ്ങൾ കൃത്യമായി സമരങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും എല്ലാം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു അനുഭവം പറയാം. കേരളത്തിലെ ITI മേഖലയിൽ നേരിട്ടൊരു വിദ്യാർത്ഥി പ്രശ്നമാണ്. ITI ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് ശനിയാഴ്ച പ്രവൃത്തി ദിനം. അതിൽ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സമരത്തിന്റെ രംഗത്തുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SFIയും അതിൽ എല്ലാ ഘട്ടത്തിലും സമരമുഖത്തുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് വലിയ മാർച്ച് നടത്തി, വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തി. ആ ശനിയാഴ്ചത്തെ പ്രവൃത്തി ദിവസം പിൻവലിക്കണമെന്ന് തീരുമാനം കൈക്കൊള്ളിച്ചാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. നിങ്ങൾ പറയുന്ന കേരളത്തിലെ ഗവൺമെന്റിന്റെ പോലീസ് SFIക്കാരെ കണ്ട പോലീസ് സെല്യൂട്ട് അടിക്കും എന്നാണല്ലോ അടിമകളാവുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ധാരണ. പക്ഷെ ആ പോലീസ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഉൾപ്പെടെ എടുത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. SFIയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ സമരവുമായി ബന്ധപ്പെട്ട് ഇതേ പോലീസ് അറസ്റ്റ് ചെയ്ത് SFIയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് 53 ദിവസമാണ് ജയിലിൽ കിടന്നത്. SFIയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം 33 ദിവസമാണ്. അതേപോലെ SFIയുടെ വിവിധ തലങ്ങളിലെ ഭാരവാഹികൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അവര് സമരത്തിൽ പങ്കാളികളാവുന്നുണ്ട്. വലിയ ശക്തമായ സമരമുഖത്ത് ഞങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് വളരെയധികം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ പോയല്ലോ, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന നാൾ മുഴുവൻ ഞങ്ങൾ സമരരംഗത്തായിരുന്നു. അദ്ദേഹത്തിനെതിരായ വിഷയങ്ങളിൽ ഞങ്ങൾ സമരം. അപ്പോൾ ഞങ്ങൾ ഈ സമരങ്ങൾ സ്വീകരിക്കുമ്പോൾ, രാഷ്ട്രീയ നിലപാട് കൈക്കൊള്ളുമ്പോൾ വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ആ വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ അല്പം കൂടെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ അനുഭവമാണ്. എന്നാലും അതിലുള്ള പോരായ്മകളെ ചൂണ്ടിക്കാണിക്കാൻ വളരെ ശക്തമായ സമരമുഖത്ത് ഞങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, ഇതിന് വേറൊരു വശം കൂടെ ഞാൻ പറയാം. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ, വിശിഷ്യ നിങ്ങൾ പറയുന്നത് പോലെ എന്നോട് ഞാനാണ് കൂടുതൽ മറുപടി പറയേണ്ടത് എന്ന് ധ്വനിപ്പിച്ചതുകൊണ്ട് SFI ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിമകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ആ SFIയിലൂടെ പ്രവർത്തിച്ച് വന്നവരിൽ ആരേ ഉണ്ടാകാൻ പാടുള്ളൂ?
ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, ഇതല്ലേ ഉണ്ടാവേണ്ടുള്ളൂ. എന്നാൽ നിങ്ങൾ കേരളത്തിലെ അക്കാഡമിക് സമൂഹത്തെ നോക്കൂ, കേരളത്തിലെ മാധ്യമ മേഖലയെ നോക്കൂ, കേരളത്തിലെ ശാസ്ത്ര മേഖലയെ നോക്കൂ, കേരളത്തിലെ സാഹിത്യ സമൂഹത്തെ നോക്കൂ. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും നാനാ തുറകളിലേക്ക് നോക്കിയാൽ അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയും, ഞങ്ങൾ സംഭാവന ചെയ്ത, SFI സംഭാവന ചെയ്ത അനേകം മനുഷ്യരുണ്ട്. ഞാൻ പ്രത്യേകം പേരൊന്നും എടുത്ത് പറയണ്ട. അതിൽ മന്ത്രിമാരുണ്ട്, മുഖ്യമന്ത്രിയൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ തലങ്ങളിലും ഉണ്ട്. ഈ മാധ്യമ പ്രവർത്തകരെ കൊണ്ടൊക്കെ ഞങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. ഇവർ ഇടയ്ക്ക് പറയും SFIയെ ചൊറിയാൻ വേണ്ടിയിട്ട്. ഞാനും SFI ആണ്. അപ്പൊ SFIയെ വിമർശിക്കാനുള്ള, കോട്ടണിഞ്ഞ് ചാനൽ മുറിയിൽ വരാനുള്ള ഈ ചാനൽ ജഡ്ജിമാർക്ക് പോലും രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പഠിപ്പിച്ച പാഠശാലയാണ് SFI. അപ്പൊ ഞങ്ങൾ അടിമകളെ അല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഈ അടിമത്ത സമ്പ്രദായത്തിനൊക്കെ എതിരായ നിലപാടാണ്. ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ പ്രഗത്ഭമായ ക്യാമ്പസ് കമ്മ്യൂണിറ്റിയെ, വിദ്യാർത്ഥി സമൂഹത്തെ, കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി നേതാക്കളെ നിങ്ങൾ കാണുന്നതിൻ്റെ പ്രശ്നം. ഞങ്ങൾ ആരെയും ഓംബ്രാന്നൊന്നും വിളിച്ച് നടക്കാറില്ല. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കൃത്യമായി തന്നെ ഞങ്ങൾ ഉന്നയിക്കാറുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ആളുകളിലൊക്കെ പെട്ടി തൂങ്ങി അങ്ങനെ ഒന്നും നടക്കാനുള്ള ഇടപെടലും അല്ല ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുള്ളത്. വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുക, വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുക, ആ വിദ്യാർത്ഥികളുടെ സംഘശേഷിയെ, വിദ്യാർത്ഥികളുടെ സർഗാവബോധത്തെ, വിദ്യാർത്ഥികളുടെ എല്ലാ തരത്തിലുമുള്ള സാധ്യതകളെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഉൽപാദന പ്രക്രിയയിൽ ഭാഗമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ സംഘർഷം എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധാരണ ക്യാമ്പസിലെ സംഘർഷത്തിൻ്റെ കാരണം വിദ്യാർത്ഥി സംഘടനകൾ മാത്രമാണ് എന്നുള്ളത്. അത് വളരെ തെറ്റായ ഒരു നരേറ്റീവാണ്. ക്യാമ്പസിൽ പഠിക്കുന്ന പ്രായത്തിൻ്റെ ഒരു സവിശേഷതയാണ് സംഘർഷവാസന എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു അധ്യാപക വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു സാമൂഹിക ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ക്യാമ്പസിലെ ഒരു ജീവിത കാലഘട്ടത്തിലെ മനുഷ്യ വ്യവഹാരത്തിൽ സംഘർഷത്തിനും കൂടെ ഒരു സാധ്യതയുണ്ട്. അതാണ്. അപ്പം അത് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷമാകുമ്പോൾ ആ സംഘർഷത്തിന് പലപ്പോഴും ഒരു പരിധിയും അതിന് പലപ്പോഴും നേതൃത്വത്തിൻ്റെ വിലക്കുകളും അതിൻ്റെതായ അച്ചടക്കവും ഉണ്ട്. തല്ലുകുടുംബം പോലും അച്ചടക്കം ഉണ്ടാവും. അത് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സംഘർഷത്തെ ഞാൻ ലെജിറ്റിമൈസ് ചെയ്യുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുക. ആ രൂപത്തിലേക്ക് പോരുത്. നിക്കട എന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റുന്ന രൂപത്തിലേക്ക് സംഘർഷങ്ങൾ പോകും. പക്ഷേ ആ ഒരു പ്രായത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘാടനം നടന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന സംഘർഷം, അത് ഗ്യാങ്ങുകൾ തമ്മിലുള്ള സംഘർഷവും അതേപോലെ മാഫിയകൾ തമ്മിലുള്ള സംഘർഷവും ആകുമ്പോൾ ആ സംഘർഷത്തിന് ഒരു നിയന്ത്രണവുമില്ല, ഒരു പരിധിയുമില്ല. അത് വളരെ ശക്തമായി. ഇപ്പോൾ ഈ വയനാട്ടിൽ വെച്ച് പറയുമ്പോൾ നമ്മുടെ മേപ്പാടി പോളിടെക്നിക് എന്ന് പറയുന്ന ഒരു ക്യാമ്പസ്, അവിടെയുള്ള ഒരു ഗ്യാങ്, എന്താണ് അവരുടെ പേരെന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് ഒരു പക്ഷേ ഓർമ്മയുണ്ടാവും. 2 വർഷങ്ങൾക്ക് മുമ്പ് ട്രാബിയോക്ക് അല്ലേ, ഒരു ഗ്യാങ്, അതിന് ചില രാഷ്ട്രീയ സംഘടനകളെയും പിന്തുണയുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. ആ വിദ്യാർത്ഥി സംഘടന ഒരു പെൺകുട്ടിയാണ്, ഈ വയനാട്ടുകാരിയായ അപർണ ഗൗരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ജീവച്ഛവമാക്കി, അടിച്ച് മൃതപ്രായമാക്കി എന്ന് പറയാം, ഒരു പെൺകുട്ടിയെ. അപ്പോൾ ലഹരി മാഫിയാണ് അതിന് പിന്നിൽ. അപ്പം ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ആക്രമിക്കാനും അവരെ വേട്ടയാടാനും അവരെ ഇല്ലാതാക്കാനും എല്ലാം ഇത്തരം അരാജക സംഘങ്ങളും ക്യാമ്പസിലുണ്ട്. അപ്പോൾ ക്യാമ്പസിലെ സംഘർഷങ്ങളുടെ മാത്രം എണ്ണത്തിൽ വിദ്യാർത്ഥി സംഘടനകളെ കാണാൻ ശ്രമിക്കരുത്. അതിനപ്പുറം അവർ നിർവഹിക്കുന്ന വലിയ ദൗത്യത്തെ ആ നിലയിൽ വിലമതിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സാദിഖ് പറഞ്ഞ കാര്യത്തോട് 2 കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. ഒന്ന്, കഴിഞ്ഞ യൂണിയൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സംഭവമാണ്. അവിടെ ഒരുപക്ഷെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളാണ് സ്വാഭാവികമായിട്ടും മത്സരരംഗത്ത് ഉണ്ടാവാറ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ക്യാമ്പസുകളിൽ, ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതലാണ് കേട്ടോ, മത സംഘടനകൾ കയറി വരുന്നു. കൂടാതെ ഗ്യാങ്ങുകൾ, 2 ഗ്യാങ്ങുകളായിരുന്നു കഴിഞ്ഞ തവണ എറണാകുളത്തുള്ള ഒരു കോളേജിൽ മത്സരിക്കാനുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും അങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ക്യാമ്പസിൻ്റെ അകത്തേക്കുണ്ട്. അത് പ്രോപ്പറായിട്ടുള്ളൊരു രാഷ്ട്രീയ ബോധ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഒരിക്കലും തൻ്റെ കുട്ടി ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹം ഇല്ലാതെ ഒരുപാട് രക്ഷിതാക്കൾ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, ക്യാമ്പസ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. ക്യൂർ കുട്ടികൾ അവിടെയുണ്ട്,
ആദിവാസി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ട്. പലതരത്തിലുള്ള കുട്ടികൾ കയറി വരുന്ന ഒരു ഇടമാണ്, ഒരു പൊതുമണ്ഡലമാണ്. അപ്പോൾ ഈ പൊതുമണ്ഡലത്തിൽ ക്യാമ്പസിൻ്റെ അകത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാതാവുമ്പോൾ ഒരുപാട് ഫാസിസ്റ്റ് പ്രവണതകളും കൂടി അരങ്ങേറുന്നുണ്ട്. അത് എങ്ങനെയാണ്, അതിനെ എങ്ങനെയാണ് ASA നോക്കിക്കാണുന്നത്? ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കാം. ഒരു സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്ന് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വന്നാൽ കാണാൻ പറ്റുന്നത് ABVP ആണ്, അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്. അവരൊറ്റയ്ക്ക് നിന്ന് ഇലക്ഷന് മത്സരിച്ചാൽ അവരെ ജയിക്കുള്ളൂ. സോ ഫ്രം 2019 Ambedkar Students Association along with Student Federation of India SFI, we are in alliance, and from 2019 till date we are in the union. ഇത്തരത്തിൽ നോട്ട് ഓൺലി ദീസ് ടു ഓർഗനൈസേഷൻസ്, DSU ദളിത് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്നുള്ളൊരു അസോസിയേഷൻ ഉണ്ട്, അവിടെ ട്രൈബൽ സ്റ്റുഡൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ഓരോ ASAയും SFIയും പ്രൊമിനൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സും പിന്നെ ഓരോ വർഷത്തെ അലയൻസിൽ ഈ പറയുന്ന ബാക്കി സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചിലർ അലയൻസിൽ നിന്ന് വിട്ടുമാറി വേറെ ആളുകൾ. ഇപ്പോഴത്തെ നിലവിലുള്ള സ്റ്റുഡൻറ്റ് യൂണിയനിലുള്ളത് BSF ബഹുജൻ സ്റ്റുഡൻസ് ഫ്രണ്ട്, SFI, ASA, DSU, ഈ 4 അസോസിയേഷനാണ് ഇപ്പോഴത്തെ ഒരു യൂണിയൻ ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇങ്ങനെ ഫാസിസ്റ്റായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഒരു മേധാവിത്വം സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലുള്ള സ്പേസിൽ ഉണ്ടാവുമ്പോൾ എതിർക്കാൻ പറ്റുള്ളൂ, സംഘടിക്കുക എന്നുള്ളതാണ്. വി ഓൾ ഹാവ് ഡിഫറെൻ്റ് ഐഡിയോളജീസ്, disagreements, but we are coming to a common ground where we could able to fight for the cause, which is the fascism. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് രോഹിത് വെമുലയുടെ ആത്മഹത്യ ഉണ്ടാകുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ സംഭവിക്കുമ്പോൾ BJP ആണ് പവറിലുള്ളത്, അവർ വന്നതിന് ശേഷമാണ്. അതിൽ ABVPയുടെ ഒരു റോളെന്ന് പറയുന്നത് വളരെ വലുതാണ്. ASAയുടെ സീനിയർ സ്കോളേഴ്സിനെതിരെ, ASAക്കെതിരെ വളരെ ഡെറോഗേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ് പുറപ്പെടുവിക്കുകയും അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തതിനെ ASA മെമ്പേഴ്സ് പോയി ക്വസ്റ്റ്യൻ ചെയ്യാണ് ഉണ്ടായത്. ബട്ട് മാൻ ഹാൻഡ്ലിങ്ങിനും മറ്റ് അതർ കേസസൊക്കെ അവർ ചുമത്തി ഫേക്ക് അലിഗേഷൻസ് ഉണ്ടാക്കി കേസസ് ഫയൽ ചെയ്ത് അത് ഒരു നല്ല രീതിയിലുള്ള അന്വേഷണം ഉണ്ടായില്ല. വളരെ പാർഷ്യലായിട്ടാണ് അഡ്മിൻ അതിനെ നേരിട്ടത്. ഫെയർ ട്രയൽ ഉണ്ടായില്ല. വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ക്യാമ്പസിൽ 5 ദളിത് സ്റ്റുഡൻസിനെ റെസ്റ്റിക്കേറ്റ് ചെയ്ത ഇൻസിഡൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല, രോഹിത് വെമുലയുടെ ഇൻസിഡൻറ്റ് അല്ലാതെ. അതായിരുന്നു ആദ്യത്തെ റെസ്റ്റിക്കേഷൻ, അതും 5 ദളിത് വിദ്യാർത്ഥികൾ. അതിൽ ഒരാൾ അയാളുടെ ജീവൻ കൊടുക്കേണ്ടി വരെ വന്നു. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. സോ നമ്മൾ ഈ പാനലിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ അതിനകത്ത് ഫ്യൂച്ചറിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു അവസരത്തിൽ വി ഹാവ് ടു ആക്ച്വലി തിങ്ക് ഫ്രം ദ വെരി ബേസിക്. സോ വാട്ട് ഈസ് നേഷൻ? രാഷ്ട്രം എന്താണ്? ഹൗ ഡു യു ഡിഫൈൻ നേഷൻ? രാഷ്ട്രത്തിൽ നിന്നാണ് രാഷ്ട്രീയം ഉണ്ടാകുന്നത്. അംബേദ്കർ രാഷ്ട്രത്തെ വളരെ നന്നായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്,
ഫിലോസഫിക്കലി നമുക്ക് നേഷൻ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷെ സോഷ്യോളജിക്കലി ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു understand the idea of nation in India, like India as a nation, because ആയിരക്കണക്കിന് കാസ്റ്റുകളാൽ ക്ലാസ്സുകളാൽ വിഭജിക്കപ്പെട്ട ഒരു സമൂഹത്തിനെ കൊടീകരിച്ച് ഒറ്റ ഒരു കൊടക്കീഴിൽ ഒരു നേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇന്ത്യയുടെ ഉള്ളത്. അപ്പോൾ കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി നാഷണൽ എലമെൻ്റ് ആയിട്ടാണ് അംബേദ്കർ നോക്കിക്കാണുന്നത്. ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഐഡിയ എന്ന് പറയുന്നത് അനിഹിലിയേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ളതാണ്. ഹൗ ടു അനിഹിലിയേറ്റ് കാസ്റ്റ്? യു ഹാവ് ടു ടോക്ക് അബൌട്ട് കാസ്റ്റ്. ബട്ട് ജാതി എന്ന് പറയുന്ന വാക്ക് തന്നെ നമുക്കെല്ലാം ഇച്ഛിച്ചയാണ്. ജാതി പറയുന്നവർ ജാതിവാദികളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊരു ഇപ്പം സാറ് പറഞ്ഞ പോലെ വിദ്യാർത്ഥികളായിട്ട് കോളേജുകളിൽ കയറി വരുന്ന ആരും തന്നെ കുട്ടികളല്ല, 18+ ആയിട്ടുള്ള ആളുകളാണ്, അഡൾട്ട്സ് ആണ്, വോട്ടിംഗ് റൈറ്റ്സ് കിട്ടുന്ന ആളുകളാണ്. സോ ഇഫ് യു ഡോണ്ട് നോ സംതിങ്, യു ഹാവ് ടു അറ്റ്ലീസ്റ്റ് take some initiative to learn it. What is politics? What is the importance of politics in India? അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എപൊളിറ്റിക്കലായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് യു മേ നോട്ട് ബി പാർട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ, യു മേ നോട്ട് ഹോൾഡ് എ ഫ്ലാഗ്, അല്ലെങ്കിൽ തുടരെ സംവാദങ്ങളിൽ ഡിബേറ്റിൽ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് യു ഷുഡ് നോ വാട്ട് യു ആർ ആൻഡ് വാട്ട് യു ആർ ഡൂയിങ്, നോട്ട് ഫോർ യുവർ സെൽഫ് ബട്ട് ഓൾസോ ഫോർ ദ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. ദാറ്റ് ഈസ് വെരി റിലവൻറ്റ്. ഞാൻ ക്യാമ്പസിലേക്ക് കടന്നു വരുന്നത്, എനിക്കൊരു കരിക്കുലമുണ്ട്, അത് നന്നായിട്ട് മനഃപ്പാഠമാക്കുക, പഠിച്ച് പരീക്ഷ എഴുതുക, അതിനപ്പുറം അതിന് ശേഷം ഒരു ജോലി കരസ്ഥമാക്കുക, എൻ്റെ ഭാവി സുരക്ഷിതമാക്കുക. സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള മൈൻഡാണ്. അതിനപ്പുറം ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയുടെ ഭാഗമാകുന്നത്? സോ നമ്മൾ ഒരു ടേം ഉണ്ട്, ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയും. ഒരു ചിത്രശലഭം അതിൻ്റെ ചിറകുകൾ ഇങ്ങനെ വിടർത്തി പാറിപ്പോകുമ്പോൾ അതുണ്ടാക്കുന്ന വേവ്സ് ഈ പ്രപഞ്ചം മൊത്തം അല്ലെങ്കിൽ ഈ ലോകം മൊത്തം അത് ചുറ്റി പോകുമെന്നാണ് പറയുന്നത്. അത്രയും ഉണ്ട് ഇഫക്റ്റ്. സോ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഈസ് എഫക്റ്റിംഗ് സൊസൈറ്റി. സോ യു ഷുഡ് ഹാവ് എ ക്ലിയർ പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ എങ്ങനെയാണ് സൊസൈറ്റിയുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാവുന്നു, അത് സൊസൈറ്റി, പിന്നെ അത് നേഷൻ ബിൽഡിങ്ങിലൊക്കെ വരുന്നത്. ഞാനൊരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ PhD സ്കോളറാണ്. സോ ഇൻ ഇംഗ്ലീഷ് നോവൽസിൽ പലതരത്തിലുള്ള ജോൺറാസ് ഉണ്ട്. അതിലൊന്നാണ് ബിൽഡൻസ് റോമാൻ എന്ന് പറയുന്ന ഒരു ജോൺറ. ദിസ് ജോൺറ ഈസ് ഓൾ അബൌട്ട് ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ സെൻട്രൽ ക്യാരക്ടർ. അവരുടെ മെച്യൂരിറ്റിയിലേക്ക് എത്തുന്ന, അവരുടെ വളർച്ചയെക്കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനെ നറേറ്റ് ചെയ്യുന്ന ഒരു ഫിക്ഷനാണ്. അപ്പോൾ ആ ഒരു ഐഡിയ എടുക്കുമ്പോൾ തന്നെ നോക്കിക്കേ, ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും നടക്കുന്നത്. നമ്മളുടെ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണോ ഫോം ചെയ്യുന്നത്, നമ്മളുടെ പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷൻ, ഇതെല്ലാം കൂടി ചേർന്നാണ് ഒരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നത്. ആ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയാണ് പിന്നീട് നേഷൻ ആവുന്നത്. യൂത്ത് ആർ ഗോയിങ് ടു ബി ദ ലീഡേഴ്സ് ഓഫ് ടുമോറോ, റൈറ്റ്? ദാറ്റ് ഈസ് വാട്ട് മണ്ടേല സേസ്. അപ്പോൾ നമുക്ക് ഒരു യൂത്തിനെ എന്താ പറയുക, നല്ലൊരു യൂത്തിനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇത് റൂസവെൽറ്റ് പറഞ്ഞതാണ്. പക്ഷേ അവർക്കുള്ള ഒരു ഭാവി നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അതെങ്ങനെ, ആ ഭാവി എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുക അല്ല ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്
നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടത്. അത്തരത്തിൽ ചിന്തിച്ചു വരുമ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുമ്പോൾ കാസ്റ്റ് സംസാരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. ഐ ഡോണ്ട് നോ ഹൗ മെനി സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ ഇൻ കേരള ആർ ടോക്കിംഗ് അബൌട്ട് കാസ്റ്റ് ഇൻ ക്യാമ്പസ് ഓർ ഔട്ട്സൈഡ്. ഞാൻ പറയട്ടെ, നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂൾ മുതൽ സ്റ്റൈബൻഡ് വാങ്ങിക്കുന്ന കുട്ടികളുണ്ട്, ലംസം ഗ്രാൻറ്റ് വാങ്ങിക്കുന്ന കുട്ടികളുണ്ട്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്സ് വാങ്ങിക്കുന്ന കുട്ടികളുണ്ട്, ഫെലോഷിപ്സ് വാങ്ങിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങൾക്കറിയുമോ എത്ര ദളിത് കുട്ടികളാണ് ഫെലോഷിപ്പ് കിട്ടാതെ അവരുടെ റിസർച്ച് മുടങ്ങിയിട്ട് കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്. സം ഓഫ് ദ മീഡിയ ഈവൻ കവേർഡ് ഇൻ്റർവ്യൂസ് ഓഫ് ദോസ് സ്റ്റുഡൻസ് ഗോയിങ് ഫോർ എറാൻസ്. Okay, this is the reality in Kerala. Okay, and student organization miserably failed to address these issues. I am very sorry to say this. And one more thing, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ദളിത് കുട്ടികളുടെ സർഗാത്മകത, അവരുടെ മാൻ പവർ എല്ലാ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻസും യൂസ് ചെയ്യാറുണ്ട്. ബട്ട് എല്ലാ മേഖലകളിലും പോലെ തന്നെ വലിയ അതിശയോക്തിയൊന്നുമില്ല. എത്ര ദളിത് കുട്ടികൾ ഈ കേരളത്തിലെ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ജനറൽ സെക്രട്ടറി, പ്രസിഡൻറ്റ് ഇത്തരത്തിലുള്ള പൊസിഷൻസിൽ വന്നിട്ടുണ്ട്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറയണം. കുറച്ച് ഹാൻഡ്ഫുൾ ഓഫ് കാണും. ദെൻ യു മേ സേ, ദെൻ ഇഫ് ഐ ആസ്ക് ഈസ് ദെയർ എ ദളിത് വിമൻ, ദെൻ യു മേ നോട്ട് ഹാവ് എൻ ആൻസർ. ഓക്കെ, ഇതൊരു റിയാലിറ്റിയാണ്. യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ ആൻഡ് സീ ദ ലീഡേഴ്സ് ഓർ ദ പ്രസിഡൻസ് ഓഫ് SFI or KSU ഇൻ ഗൂഗിൾ വിക്കിപീഡിയ പേജ്. എല്ലാ മന്ത്രിമാരും നാളത്തുള്ള ഓരോരോ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്, വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സാണ്. ഹാർഡ്ലി യു കുഡ് എവർ സീ എ ദളിത് പേഴ്സൺ ദേർ. ഓക്കെ, ദിസ് ഈസ് ദ റിയാലിറ്റി. ഇത്രയും നാളായി സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻസ് ഫങ്ഷൻ ചെയ്യുന്ന കേരളത്തിൽ where the Dalits are being? That is the biggest question I have to raise. And one other question, since this point just I want to add. SFIM ASIM ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അലയൻസിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2019 മുതൽ ഇങ്ങോട്ട് ASI is a very prominent student organization in ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അത്രയും സിസ്റ്റമാറ്റിക്കലായിട്ട് അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ബോഡിയാണ്. ബട്ട് സ്റ്റിൽ വെൻ ദ ഇലക്ഷൻ റിസൾട്ട്സ് കം ഔട്ട്, ഇറ്റ് ഇസ് വെരി സാഡ് ദാറ്റ് മലയാളം മീഡിയ അതെങ്ങനെ കവർ ചെയ്യുന്നു. SFI win the election in the Central University of Hyderabad. It is terrible. 2023 ലാസ്റ്റ് ഇയറിൽ 6 എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ആണ് ഉള്ളത്. അതിൽ 3 ASIയുടെ കാൻഡിഡേറ്റ്സ് ആയിരുന്നു. പ്രസിഡന്റ് വാസ് ഫ്രം ASI, എ ദളിത് QA ഫ്രം മഹാരാഷ്ട്ര. എ ദളിത് പേഴ്സൺ വാസ് ദ വൈസ് പ്രസിഡന്റ് and cultural secretary, Muslim, Bengali Muslim from ASI. It is never mentioned anywhere in Malayalam media that ASI was also there at least. SFI win the election all the 3 times. ഇതിപ്പോൾ 3ാമത്തെ വട്ടമാണ്. 2023 കഴിഞ്ഞിട്ട് 2 ഇലക്ഷൻ, 23 കഴിഞ്ഞു, 24 പേര് ഇലക്ഷൻ കഴിഞ്ഞു. ഐ എം വെരി അജിറ്റേറ്റഡ്. ഇപ്രാവശ്യം SFIയുടെ സ്പോർട്സ് സെക്രട്ടറിയായി നിന്ന കാൻഡിഡേറ്റ് ഫെയിലായി. But still, the general secretary was from SFI. അയാളുടെ പിക്ചർ വെച്ചിട്ടാണ് കേരളത്തിലെ എല്ലാ മീഡിയയിലും വന്നത്. So this is the reality. Even if this is why I am saying that there should be Dalit organization which will at least have some space where we can acquire where we have to be. ഞാൻ വീണ്ടും പറയുന്നു, ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് ഞാൻ ASIയുടെ പാട്ടായിരുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? ഒരു ദളിത് സ്ത്രീയായ ഞാൻ ഇവിടെ ഇരുന്ന് ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ നിലനിന്നത് കൊണ്ടാണ്. ഞാൻ ആ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും കൺവീനറുമായി ഇരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഈവൻ ഇഫ് ഐ വുഡ് ഹാവ് വർക്ക്ഡ് സോ ഹാർഡ് ഇനഫ് ഫോർ അതർ ഓർഗനൈസേഷൻ, I would have gotten
such kind of a position to hold in the organization or even to come out like this. Thank you. നമ്മുടെ ടോപ്പിക്ക് കൊടി പിടിക്കുന്നത് ആർക്ക് വേണ്ടി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു ചോദ്യമാണ്, കൊടി പിടിക്കാൻ ഏത് വിദ്യാർത്ഥിക്കാണ് ഇന്ന് സമയമുള്ളത് എന്നുള്ളത് ക്യാമ്പസിൽ. കാരണം അത്രത്തോളം അക്കാദമിക് സമ്മർദ്ദം വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് 4 വർഷ ബിരുദ കോഴ്സുകളൊക്കെ ആരംഭിച്ച ഘട്ടത്തിൽ. അപ്പം എൻ്റെ ചോദ്യം അലോഷ്യസിനോടാണ്. സാദിഖ് വിശദമായി പറഞ്ഞു, അവർ നടത്തിയ സമര രീതികളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അപ്പം ഈ 4 ഇയർ UGയെക്കുറിച്ച്, പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചിട്ടൊക്കെ എന്താണ് KSUയുടെ നിലപാട്? അത് അറിയാനുള്ളൊരു താല്പര്യം കൂടെയുണ്ട്. നിലവിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവരനുഭവിക്കുന്ന, ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ അവരനുഭവിക്കുന്ന ഒരു പ്രഷറിനെ പറ്റിയാണ് സൂചിപ്പിച്ചത്. പ്രഷർ എന്ന് പറയുമ്പോൾ വലിയ രീതിയിലേക്കുള്ള, ഒരു കുട്ടി ജനിച്ചു വീഴുന്നത് മുതൽ വലിയ രീതിയിലേക്കുള്ള പ്രഷറാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. അതിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന് ആദ്യമേ തന്നെ നമ്മുടെ ഈ സംഭാഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചു, മിക്കയിടങ്ങളിലും ന്യൂക്ലിയർ ഫാമിലീസാണ്. മാതാപിതാക്കൾക്ക് 1-2 കുട്ടികൾ മാത്രമായിട്ട് ചുരുങ്ങുന്നു. അപ്പോൾ അവരെപ്പറ്റി വലിയ പ്രതീക്ഷകൾ, വലിയ സ്വപ്നങ്ങൾ, ക്യാമ്പസുകളിലേക്ക് ചെല്ലുമ്പോൾ രാഷ്ട്രീയ സംഘടനകളുടെയോ ഒന്നും ഭാഗമായി പോകരുത് എന്ന തരത്തിലേക്കുള്ള വലിയ പ്രഷറുകൾ. അങ്ങനെ തുടക്കം മുതൽ അക്കാദമികമായിട്ടുള്ള കാര്യത്തിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രഷർ കുക്കറിന് സമാനമായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു പ്രഷർ പുതിയ കാലഘട്ടത്തെ വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ട് എന്ന ഒരു വസ്തുതയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 1.5 മാസം മുമ്പാണ് ഇവയിൽ വർക്ക് ചെയ്യുന്ന അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കുട്ടി വലിയ രീതിയിലേക്ക്, സ്കൂളിൽ അക്കാദമിക്കലി എക്സലൻ്റ് ആയിരുന്നു, കോളേജിൽ അക്കാദമിക്കലി എക്സലൻ്റ് ആയിരുന്നു, എൻ്റെ എക്സാമുകളെല്ലാം ക്ലിയറായി ഇവയിൽ ജോലി കിട്ടുന്നു. പക്ഷേ അതിൻ്റെ ഒരു ജോബ് പ്രഷർ കൊണ്ട് അത് ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തെ വിദ്യാർത്ഥികൾ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രഷറുകൾ അനുഭവിച്ചു. ഒന്നിനും അവർക്ക് സമയം കിട്ടുന്നില്ല. വലിയ രീതിയിലേക്ക് അത്തരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വരുന്ന കാലഘട്ടത്തേക്ക് അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള വിദ്യാർത്ഥികളെ നോക്കിക്കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യം എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികളുടെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ അത് ഉണ്ടാകണം. അത് അധ്യാപകരുടെ ഭാഗത്തു നിന്നായിക്കൊള്ളട്ടെ, മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, എല്ലാ തലങ്ങളിലും അത്തരത്തിലേക്കുള്ള ഒരു ശ്രമം ഉണ്ടാകണമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. രണ്ടാമതായി ചോദിച്ചാൽ 4 വർഷ ഡിഗ്രി കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, ഈ 4 വർഷ ഡിഗ്രി കോഴ്സ് കേരളത്തിൽ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിൽ വലിയ രീതിയിലേക്കുള്ള ഞങ്ങളുടെ ആശങ്ക സർക്കാരിൻ്റെ മുൻപിൽ ഞങ്ങൾ പറഞ്ഞതാണ്. പ്രത്യേകിച്ചും മന്ത്രിയെ എല്ലാം നേരിട്ട് കണ്ട് അതിൽ വലിയ രീതിയിലേക്കുള്ളൊരു ആശങ്കയുണ്ട് എന്ന് ഞങ്ങൾ പറയുമ്പോൾ, ഞങ്ങൾ KSU എല്ലാ കാലഘട്ടത്തും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ വളരെ പോസിറ്റീവായി അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് അതിനെ നോക്കിക്കാണുന്ന ആളുകളാണ്. നമുക്ക് അടച്ചാക്ഷേപിക്കാൻ സാധിക്കില്ല. ഒരു സിസ്റ്റം വരുമ്പോൾ തന്നെ അതൊരു മോശമാകുമെന്നൊരു മുൻവിധിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ സർക്കാരിൻ്റെ മുൻപിൽ വെച്ചത്. ഇത്തരത്തിൽ 4 വർഷ ഡിഗ്രി കോഴ്സുകൾ ആരംഭിക്കുമ്പോൾ അതിന് വലിയ രീതിയിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടാണോ സർക്കാർ അതിലേക്ക് പോകുന്നത്? അതിന് വേണ്ട എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ നടത്തിയിട്ടാണോ മുന്നോട്ട് പോകുന്നത്? അത് അധ്യാപക അനധ്യാപക സംഘടനകളുമായും എല്ലാ തലങ്ങളിലുമുള്ള വിദ്യാർത്ഥി സംഘടനകളുമായൊക്കെ ചർച്ച വേണ്ടത്ര രീതിയിൽ ഇല്ല എന്ന് ഞങ്ങൾ സർക്കാരിൻ്റെ മുൻപിൽ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. ഞങ്ങൾക്ക് വലിയ രീതിയിലേക്കുള്ള ഒരു ആശങ്കയുണ്ട്. കാരണം ഇപ്പോൾ 4 വർഷ ഡിഗ്രി കോഴ്സുകൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ആരംഭം കുറിക്കുന്നതിന് മുൻപ് ധൃതിപ്പെട്ട് കേരളത്തിൽ ആരംഭിക്കുന്നൊരു ഘട്ടമുണ്ട്. അപ്പോഴും അത് പലയിടങ്ങളിൽ ഇപ്പോൾ സിലബസുകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ എല്ലാ അധ്യാപകർക്ക് പോലും ഒരു വ്യക്തതയില്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പോലും എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള ഈ 4 വർഷ കോഴ്സ് എന്നതിനെപ്പറ്റി വലിയ രീതിയിലേക്കുള്ള ഒരു ആശങ്കയുണ്ട്. അത് ഞങ്ങൾ മുൻപോട്ട് വെച്ചിരുന്നു. എന്നിരുന്നാലും അതിനെ അടച്ചാക്ഷേപിക്കാൻ ഞങ്ങൾ ഇല്ല. അതിൻ്റെ എത്തരത്തിൽ അത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് അത് ഗുണകരമാകുമോ ദോഷകരമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നാണ് ഈ വിഷയത്തിലുള്ള ഞങ്ങളുടെ ഒരു അഭിപ്രായം. 1 മണിക്കൂറായി നമ്മൾ സംസാരിക്കുന്നു. 3 വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരും അവരുടെ ഒരു കാഴ്ചപ്പാട് വിശദീകരിച്ചു എന്ന് തോന്നുന്നു. ഒരു പോയിന്റ് ശബരി വിട്ടുപോയിട്ടുണ്ട്, അത് പറയാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1 മിനിറ്റ് കൊണ്ട് അത് അവസാനിപ്പിക്കും. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറയാവേ എന്താണെന്ന്. ഇപ്പോൾ ആൻറ്റി ഫാസിസത്തെ പറ്റി പറഞ്ഞതുകൊണ്ട്
സി ആസ് എ ഞാൻ 2023 I was the president that time. We filed RTA. എന്നിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ അഥവാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ബേസിക്കലി സ്റ്റുഡൻസ് എല്ലാം എൻട്രൻസ് എക്സാം എഴുതും. PhD എൻട്രൻസ് എക്സാമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. PhD എൻട്രൻസ് എക്സാം എഴുതും, എല്ലാവർക്കും വളരെ നല്ല മാർക്ക് ഉണ്ടാവും. ബിക്കോസ് അതിനകത്ത് റോൾ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ, അവരുടെ പേര് എവിടെ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവും. ബട്ട് ഇൻ്റർവ്യൂ വരുമ്പം ഇവർ കാറ്റഗറി വൈസാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SC/ST സ്റ്റുഡൻസിന് വളരെ കുറവ് മാർക്ക് കൊടുക്കും. ചിലപ്പോൾ ഈവൻ 0 they put and say that they are not qualified. Okay. It is a central university all across India. People are coming for the interview and you are saying that these people are not eligible. Okay. അപ്പം ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ RTA ഫയൽ ചെയ്തിട്ട് നമ്മൾ ആ ഡേറ്റ എല്ലാം വെച്ചിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. ഇറ്റ് ഇസ് എ 7-page റിപ്പോർട്ട്. ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ആരും ഒരു സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷനും ഉണ്ടാക്കിയിട്ടില്ല. അത് ഇറ്റ് ഗോട്ട് സോ മച്ച് ഓഫ് അറ്റൻഷൻ. ഈവൻ ഇൻ്റർനാഷണൽ ലെവലിലും ഒരുപാട് ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഞങ്ങൾ ഇടപെടുന്നത്, അക്കാഡമിക്കലിയും ക്രിയേറ്റീവ്ലിയും എല്ലാ രീതിയിലും, അഡ്മിനിസ്ട്രേഷനിലോടും ത്രൂ അഡ്മിനിസ്ട്രേഷൻ ഈവൻ ടു ദ സ്റ്റേറ്റ് ഓൾസോ. ഇതൊക്കെ പറയുമ്പം നമ്മൾ കാണാതിരുന്ന് കൂടാതൊരു കാര്യം കൂടെയുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ കുട്ടികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പല സ്കോളർഷിപ്പുകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഒരു നോഡൽ ഓഫീസറായിരുന്നു ഞാൻ കുറച്ച് കാലം. വളരെ കൃത്യമായിട്ട് എനിക്കറിയാൻ പറ്റും ഏതൊക്കെ സ്കോളർഷിപ്പാണ് എപ്പോഴൊക്കെയാണിത് മെല്ലനെ നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സമയം 1 മണിക്കൂറായിട്ടുണ്ട്. പക്ഷേ ഓഡിയൻസിന് എന്തായാലും ചോദ്യങ്ങളുണ്ടാവുമെന്നറിയാം. ഒരു 10 മിനിറ്റ് കൊണ്ട് വളരെ ചുരുക്കത്തിൽ നമുക്കിത് അവസാനിപ്പിക്കാം. വളരെ ചുരുങ്ങിയ ചോദ്യങ്ങൾ ആവാം എന്ന് തോന്നുന്നു. എൻ്റെ ചോദ്യം നിങ്ങളോടാണ്. അതെ, അപ്പോൾ ഈ അടുത്ത് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു സംഘർഷം ഉണ്ടായിരുന്നു. ഇടിമുറികൾ നിങ്ങൾക്ക് പതിവായ കാര്യമാണ്. അപ്പോൾ അവിടുത്തെ CPM ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിടാൻ പറഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ SFI സംസ്ഥാന കമ്മിറ്റിയോ ബാക്കി ആൾക്കാർ എന്തുകൊണ്ട് അതിനെതിരെ, നിങ്ങളുടെ സ്വന്തം വിദ്യാർത്ഥികൾ ആക്രമം സൃഷ്ടിച്ച ആൾക്കാർക്കെതിരെ എന്തുകൊണ്ട് വന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാട്ടോ. അതിനു മുന്നേ സഹ പാനലിസ്റ്റ് നേരത്തെ ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ടെന്ന് വിചാരിക്കാം. ആദ്യം തന്നെ പറയുന്നത് അംബേദ്കർ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന സംഘടനകളുടെ പ്രസക്തിയെ പോസിറ്റീവായി തന്നെയാണ് SFI കാണുന്നത്. പക്ഷേ ഇവിടെ വന്ന 1-2 ആർഗ്യുമെൻ്റ് വളരെ ഡയറക്റ്റ്ലി SFI ഉത്തരം പറയേണ്ട നിലയ്ക്ക് ആയതുകൊണ്ട് ഞാൻ അതിനോട് പ്രതികരിക്കാം. അതിലൊന്ന്, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ SFI കൂടെ ഭാഗമായ അംബേദ്കർ സംഘടനകളും കൂടെ ചേർന്ന സംഘടനകൾ മത്സരിച്ച് വിജയിച്ചാൽ അതിൻ്റെ വാർത്തയിൽ എന്തുകൊണ്ട് SFI സഖ്യം വിജയിച്ചു എന്ന് വാർത്ത വരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പം അതിന് നേരിട്ട് SFIക്ക് ഉത്തരം പറയാൻ ബാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ പത്രത്തിൽ വാർത്ത കൊടുക്കുന്നത് ഏത് കേന്ദ്രത്തിൽ നിന്നാണോ അതിനനുസരിച്ചാണ് ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുക. മറ്റൊന്ന്, ഈ മലയാള മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം, അത് ഒക്കെ അറിയാലോ. ഇപ്പം മൻമോഹൻ സിംഗ് ഇന്നലെ മരിച്ചു. അപ്പം മനോരമയിൽ ഒരു പക്ഷേ ഇന്നത്തെ വാർത്ത മൻമോഹൻ സിംഗിന് ഇഷ്ടം കരിമീൻ പൊള്ളിച്ചതും അല്ലെങ്കിൽ കപ്പഴും എന്നായിരിക്കും. അതെന്താണ് ചപ്പാത്തിയും ദാലും എന്ന് പറയാത്ത എന്താണ്? ചപ്പാത്തിയും ദാലും നമുക്ക് അത്ര ഫെമിലിയർ അല്ല. നമുക്ക് ഫെമിലിയർ എന്താണ്? കരിമീൻ പൊള്ളിച്ചതും കപ്പയുമാണ്. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നാൽ മനോരമയുടെ വാർത്ത രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടം ബോണ്ട എന്നായിരിക്കും, അല്ലെങ്കിൽ കഞ്ഞി എന്നായിരിക്കും. തമിഴ്നാട്ടിൽ പോയാൽ രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടം തൈര്, സാദ് എന്നൊക്കെ പറയുന്ന കേൾക്കാം. എന്ന് പറഞ്ഞാൽ ആ വാർത്ത വായിക്കുന്ന ഒരു വായനാ സമൂഹത്തിന് പരിചിതമായതിനെ തലക്കെട്ടിൽ കൊണ്ടുവന്നാൽ ആ വാർത്ത ആകർഷകമാകും എന്നുള്ളത് കൊണ്ട് SFI എന്ന് കേരളത്തിൽ വാർത്താമൂല്യമുള്ള ഒരു പദവും സംഘടന ആയതുകൊണ്ട് മാധ്യമങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാവിയിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും മത്സരിക്കണം. അത് ഒരുമിച്ച് മത്സരിക്കുമ്പോൾ അത്തരത്തിലുള്ള വാർത്തകളിൽ ഭാവിയിൽ ASA SFI
വിജയിച്ചു എന്നുള്ള വാർത്ത വരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അതുമാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളോടുള്ള ഞങ്ങളുടെ ഒരുപാട് ക്രിട്ടിക്കുകളിൽ ഒന്നായി ഞങ്ങൾ ഇതും മുന്നോട്ട് വെക്കാമെന്നുള്ളതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും കേരളത്തിലെ ക്യാമ്പസിനും വിസിബിൾ ആവുന്ന രൂപത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം കേരളത്തിലെ ക്യാമ്പസുകളിൽ കൂടി ഏറ്റെടുക്കാൻ ASAക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ മറ്റൊന്ന് വളരെ വളരെ എന്താ പറയുക, തെറ്റായ ഒരു സംഗതി. കേരളത്തിലെ ദളിത് വിദ്യാർത്ഥികളുടെ മാൻ പവർ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതൊരു സംഘടനയും പ്രവർത്തിക്കാൻ മനുഷ്യ വിഭവങ്ങൾ വേണം. ഏതൊരു സംഘടനയും പ്രവർത്തിക്കാൻ ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് കേരളത്തിലെ SFI പ്രവർത്തിക്കാൻ മുസ്ലിം ശരീരങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മുഹമ്മദ് സാദിഖാണല്ലോ. അലോഷിയെ വെച്ചിട്ട് കേരളത്തിലെ KSU പ്രവർത്തിക്കാൻ ക്രിസ്ത്യൻ വിദ്യാർത്ഥികളെ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ അത് ഞാൻ ഒരു പ്രത്യേക വിഭാഗത്തെ അധിക്ഷേപിക്കാനോ മാറ്റി നിർത്താനോ അത്തരത്തിലല്ല. ഞാൻ ഐഡന്റിറ്റി രാഷ്ട്രീയം എൻ്റെ പക്ഷവുമല്ല. പക്ഷേ ഇവിടെ ഒരു ഐഡന്റിറ്റി ചർച്ചയായപ്പോൾ ഞാൻ ലോജിക്കലായി അതിൻ്റെ ഒരു മറുവശം പറഞ്ഞു. എൻ്റെ തിയറി അല്ല അത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനയിൽ എല്ലാ തരം പ്രവർത്തകരും പ്രവർത്തിക്കും. അതിൽ നേതൃത്വത്തിലും അടിത്തട്ടിലും മേൽത്തട്ടിലും എല്ലാവരും പ്രവർത്തിക്കും. അതാ സംഘടനയിൽ അംഗമാകുന്നയാൾ. SFIയെ സംബന്ധിച്ചിടത്തോളം SFIയുടെ ഭരണഘടനയും പരിപാടിയും അനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് വാക്ക് നൽകിയാണ് ഓരോ ആളും അംഗമാകുന്നത്. ആ അംഗമാകുന്ന ആൾ എല്ലാതരം പ്രവർത്തനം ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞാൻ പ്രസംഗിക്കാൻ മാത്രം, ഞാൻ നന്നായി കൊടികെട്ടും, എൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കാറുണ്ട്. പക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ, SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ദളിത് വിദ്യാർത്ഥികളെ ഇങ്ങനെ ഉപയോഗിക്കുകയാണ് എന്ന് പറയുന്ന നരേറ്റീവ് അംബേദ്കർ സംഘടനകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതാണ്. എന്നിട്ട് അതിനോട് കണക്ട് ചെയ്ത ഒരു ചോദ്യം, എന്നിട്ട് നിങ്ങൾ പറ, ആരുണ്ട് ഈ വിദ്യാർത്ഥി സംഘടനയിലൂടെ ഉയർന്നു വന്ന ആരുണ്ട് എന്നുള്ളൊരു ചോദ്യം. ഞാൻ പറയട്ടെ, SFI എന്ന വിദ്യാർത്ഥി, നേരത്തെ ഞങ്ങൾ ഇങ്ങനെ കാഷ്വലായി സംസാരിച്ചപ്പോൾ അത് പറഞ്ഞു, അവസാനിപ്പിക്കാം. കേരളത്തിൽ ആദ്യമായി SFI ജയിച്ച് യൂണിയൻ നേടിയത് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ്. ആ യൂണിയന്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ഈ സദസ്സിനറിയാം. സഖാവ് AK ബാലനാണ്. ഞാൻ അങ്ങനെ റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്സിൻ്റെ ആളല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉയർത്തി കാണിച്ച് ഞങ്ങൾ ആ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നു എന്ന് പറയുന്ന ആളുമല്ല. പക്ഷേ കേരളത്തിലെ SFIയുടെ ചരിത്രത്തെ നിങ്ങൾക്ക് അങ്ങനെ കാണാം. ഇന്ന് കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആരാണ്? KM സച്ചിൻ ദേവാണ്. ബാലുശ്ശേരി മണ്ഡലത്തിലെ MLA ആണ്. അതൊരു SC സംവരണ മണ്ഡലമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആ മണ്ഡലത്തിൽ MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം ആരായിരുന്നു? SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് അദ്ദേഹം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഒന്നോ രണ്ടോ പേരെടുത്ത് ഞങ്ങൾ പരിഗണിക്കുന്നു എന്ന് ഉയർത്തി കാണിക്കാനുള്ള വാദമേ അല്ല. നേരത്തെ ഉന്നയിച്ച് നിങ്ങൾ ആരുണ്ട് പറ എന്ന് പറഞ്ഞതിന് ഞാൻ പറയേണ്ടി വന്നതാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന ശ്രീനാരായണ ഗുരു സങ്കല്പം പോലെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ പ്രവർത്തകരെ ഞങ്ങൾ കാണുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഇന്ത്യയുടെ ഒരു ഘടനയിൽ ജാതിയുടേതായ പ്രസക്തിയുണ്ട്. ഫ്യൂഡൽ എലമെന്റ്സ് ഉള്ള ഒരു സമൂഹമാണ്. അതിൽ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ, പിന്നോക്ക ജാതി വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ ആ നിലയിൽ ഗൗനിക്കുന്ന സംഘടനയാണ് SFI. റിസർവേഷൻ അടക്കമുള്ള തത്വങ്ങളെ ആ നിലയിൽ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ് SFI എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചേർന്ന് നിൽക്കലിൻ്റെ തലം തന്നെയാണ് നമ്മളിൽ കൂടുതലുള്ളത്. അതിനെ മുറിപ്പെടുത്താതിരിക്കാൻ സഖ്യസാധ്യതകൾ വിപുലപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ ചോദ്യത്തിന് കൂടെ ഉത്തരം പെട്ടെന്ന് പറയാം. അത് രണ്ടുത്തരേ ഉള്ളൂ. ഒന്ന്, ഇടിമുറി എന്ന് പറയുന്നത് ഒന്നില്ല. നിങ്ങൾക്ക് ആ ക്യാമ്പസിൽ എവിടെയും പോയി നോക്കാം. KSUയുടെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചൊരു ക്യാമ്പസാണ്. അങ്ങനെ ഒരു ഇടിമുറി അവിടെ ഇല്ല. പിന്നെ പറഞ്ഞ് സ്ഥാപിച്ച് അങ്ങനെ ഒരു പ്രയോഗം മലയാളത്തിൽ ഉണ്ടായി, SFIക്കാർ ഇടിമുറി കൊണ്ട് ഇടിക്കും എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ഇടിമുറിയൊന്നും മുമ്പ് കാര്യവട്ടത്ത് സംഘർഷം നടന്നപ്പോൾ പറഞ്ഞു ഇടിമുറി. ഞങ്ങൾ എവിടെയും അങ്ങനെ ഇടിമുറിയൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇടിമുറിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ധീരജിന് ഗേറ്റിന് മുന്നിലിട്ടല്ലേ നിങ്ങൾ കുത്തിക്കൊന്നത്? അല്ലേ? ക്യാമ്പസിൽ ഇട്ടല്ലേ അഷ്റഫിനെ ഉൾപ്പെടെ നിങ്ങൾ കൊന്നത്? ആ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോകണ്ട ഈ ഒരു വേദിയിൽ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശരിയായ നിലയിലല്ല ഉന്നയിക്കപ്പെട്ടതെന്നുള്ളതാണ്. പിന്നെ ഏതോ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി ക്യാമ്പസ് യൂണിറ്റ് ഞാൻ അറിഞ്ഞൂടാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എന്തോ തീരുമാനിച്ചു വന്നത് SFIക്ക് അറിയില്ല. SFIയുടെ സംസ്ഥാന കമ്മിറ്റി എന്തായാലും നിലവിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ യൂണിറ്റിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടില്ല. അതിനുതകുന്ന സംഘർഷം അവിടെ ഉണ്ടായതായി ഞങ്ങൾ മനസ്സിലാക്കുന്നുമില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക്. ഇനി അഥവാ പിരിച്ചുവിടണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്ന ഘട്ടമുണ്ടായാൽ ഞങ്ങൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ വയനാട് ജില്ലയിൽ മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിരിച്ചുവിടേണ്ട സന്ദർഭങ്ങൾ ഞങ്ങൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. പുനഃസംഘടിപ്പിക്കേണ്ട സമയങ്ങൾ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം തീരുമാനിക്കുന്ന SFI ആണ് എന്നുള്ളതാണ് അതിനുള്ള മറുപടി. ഓക്കെ. ഞാനൊരു കേന്ദ്ര സർവകലാശാലയിൽ പഠിക്കുന്ന
രാഷ്ട്രീയതയുടെ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഫേസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ അലോഷി പറയുന്നുണ്ടായിരുന്നല്ലോ NEP യെ കുറിച്ചിട്ട് കേരളത്തിലൊക്കെ നമ്മൾ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. NEP ആദ്യം ഇംപ്ലിമെന്റ് ചെയ്ത യൂണിവേഴ്സിറ്റി ഞങ്ങളുടേതാണ്. കേരളത്തിൽ ഏകദേശം ഇപ്പൊ കേരളത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകളുടെ സ്പേസുകൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു കേരളൈറ്റ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്നാണ് വാദങ്ങൾ. ജാമിയയും ഡൽഹിയും ഹൈദരാബാദും മാറ്റി നിർത്തിയാണ്. അങ്ങനത്തെ പ്രൊമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം യൂണിവേഴ്സിറ്റികൾ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ കേരള റെപ്രസെന്റേഷൻ കുറച്ചുകൂടെ അധികമാണ്. പക്ഷെ ഞങ്ങളുടെ ഇഷ്യൂസിനെ ഞാൻ വിശ്വസിക്കുന്നത് ലെഫ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടി ഒഴിച്ച് വേറൊരു പാർട്ടിയും റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു നിമിഷം ന്യൂസ് ചാനലിൽ ഒന്ന് പറയുകയോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പലപ്പോഴും നമ്മളുടെ സുഹൃത്തുക്കൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെ വിളിച്ച് പറയുമ്പോൾ അത് വളരെ നിരുപാധികം നെഗ്ലക്ട് ചെയ്യാന്നല്ലാണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഈ NEP കേന്ദ്രത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ, അതായത് നമ്മളെക്കാൾ ഒരു 2 വർഷം മുമ്പാണ്, ഞാൻ NEP ബാച്ചാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ SFI ഇതിനെതിരെ ഇപ്പോഴും തുടർന്നുകൊണ്ടും NEPക്കെതിരെ സമരങ്ങൾ നടത്തുന്നുണ്ട്. അതിന് നമ്മളും ഒക്കെ ഭാഗവാക്കാണ്. അപ്പോൾ ഇത്തരത്തിലാണ് KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ കേന്ദ്രതലത്തിൽ NEP ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ അതിനെങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിച്ചത്? കാരണം അതിൻ്റെ വിക്ടിമാണ് ഞാൻ. എത്രത്തോളം അതിൻ്റെ ആഘാതം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത്, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അതിന് എത്രത്തോളം മാനസികമായ സംഘർഷം അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമാവും. തീർച്ചയായിട്ടും. ഓക്കെ, സമയപരിമിതി കൊണ്ട് ഞാൻ അധികം വളരെ ചുരുക്കി തന്നെ അതിന് മറുപടി പറയാം. ഈ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ KSU സംസ്ഥാന കമ്മിറ്റി ഏറ്റവും ആദ്യമേ തന്നെ അതിനെതിരെ സമരം നടത്തി. ഞാൻ ഉൾപ്പെടെയുള്ള ഏകദേശം 9ഓളം ഭാരവാഹികൾ 7 ദിവസം റിമാൻഡിൽ പോയി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ നിരവധിയായിട്ടുള്ള ഘട്ടങ്ങളിൽ, ഞാനതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്, നിരവധിയായിട്ടുള്ള ഘട്ടങ്ങളിൽ ഇത് സർക്കാരുമായിട്ട് മന്ത്രിയെ നേരിട്ട് കണ്ട പല തലങ്ങളിൽ ഞങ്ങളുടെ ആശങ്കകൾ, ഈ സമരം നടത്തുന്നതിന് മുൻപ് ഞങ്ങളുടെ ആശങ്ക സർക്കാരിൻ്റെ മുൻപിൽ അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ സമരത്തിലേക്ക് കടന്നത്. ഓക്കെ, പ്രോട്ടീഗർ ലാ ഹിസ്റ്റോറിയ എന്ന് പറയുന്ന ഒരു സമരം നടത്തി. ഈ പറയുന്ന ഞങ്ങൾ 9ഓളം ഭാരവാഹികൾ, KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെ 9ഓളം ആളുകൾ 6-7 ദിവസക്കാലം റിമാൻഡിൽ പോയ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ദൂരവ്യാപകമായിട്ട് ഈ ദേശീയ വിദ്യാഭ്യാസ നയം വരുമ്പോഴും ഉണ്ടാകുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളെപ്പറ്റി വളരെ തീക്ഷ്ണമായി അന്നും ഇടപെടലുകൾ നടത്തി. ഇന്നും മുന്നോട്ട് തന്നെ അത്തരത്തിലേക്കുള്ള ഇതിൻ്റെ ഞങ്ങളുടെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സമരങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത്തരം വിഷയങ്ങളെപ്പറ്റി വളരെ വിശാലമായിട്ടുള്ള രീതിയിലേക്കുള്ള ചർച്ചകൾ ഉണ്ടാകണം, സംവാദങ്ങൾ ഉണ്ടാകണം. അതിന് നമുക്ക് വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തണമെന്നൊരു അഭിപ്രായം തന്നെയാണ് KSU വിഷയത്തിലുള്ളത്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്കൊക്കെ അറിയാം. തൽക്കാലം ചോദ്യങ്ങൾ പിന്നീട് ഒരിക്കലാവാം. ഓക്കെ, ഈ 3 പേർക്കും നന്ദി. 1 സെക്കൻഡ്, ഐ ഹാവ് എ സജഷൻ. ഇവിടെ ഇപ്പം ഞങ്ങൾ എന്താ പറയുക, KSU, SFI, 3 ഓർഗനൈസേഷനെ പറ്റിയേ സംസാരിച്ചുള്ളൂ. ദർ ആർ മുസ്ലിം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻസ് ഇൻ കേരള, MSF, SFI, SIO പോലത്തുള്ള ആരും വിളിച്ച് കണ്ടില്ല. അത് ലൈക്ക് വൈ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. ലൈക്ക് തീർച്ചയായും സംഘാടക സമിതിയെ നമ്മൾ ആ ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കുന്നതാണ്. SIOയെ വിളിക്കാത്തതിലുള്ള ASOയുടെ ദുഃഖം വളരെ ചിന്താവിഷയമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നു. MSFൻ്റെ ഒക്കെ ഓക്കെ, SIO വിളിക്കാത്തതിൽ ASOയ്ക്കുള്ള പരിഭവം മനസ്സിലാക്കുന്നു.